ഹായ് നമസ്കാരം. നെയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു യൂട്യൂബ് ലൈവ് എക്സാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാരും എത്തിയോ മക്കളെ? ഓഡിയബിൾ ആണോ ഞാൻ പറയുന്നത്? ഓ രച്ചു ലൈക്ക് ഇട്ട് നിറയ്ക്കൂന്ന് പറഞ്ഞു അല്ലേ? എനിക്കിട്ട് താങ്ങിയതാണെന്നൊക്കെ മനസ്സിലായി, കുഴപ്പമില്ല. വിജിത, ജിസ്ന, സജീഷ, സാജില, രച്ചു, രേഷ്മ കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്, ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദിവ്യ, സജീഷ, ദേവിക, ഗുഡ് ആഫ്റ്റർനൂൺ. ജിസ്ന ഓഡിയബിൾ ആണെന്ന് പറഞ്ഞു അല്ലെ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിലെ കറണ്ട് അഫയേഴ്സ് ഒക്കെ മക്കള് പഠിച്ചായിരുന്നോ? ഓക്കെ ആണോ? ഇന്നലെ മലയാളം എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ ആണല്ലേ? എന്താ നിങ്ങളൊരു ഉഷാറില്ലാത്തത്? എന്ത് പറ്റി? കമന്റ് പോരട്ടെ. ഉച്ചയ്ക്ക് ഉറക്കമായോ? ഞങ്ങളുടെ യഥാർത്ഥ സ്നേഹം കാണിക്കാൻ മതിയായ ഇമോജി ഇതിലില്ല. ഈ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യം കേട്ടോ. പിന്നെ മക്കളെ, നമ്മൾ കഴിഞ്ഞ ദിവസത്തിന് 3-ാം ക്ലാസ്സിലെയും അതുപോലെ തന്നെ 4-ാം ക്ലാസ്സിലെയും 4-ാം ക്ലാസ്സിൽ ഒരു പാർട്ട് ഉണ്ട്, കേരള പാഠാവലി എന്ന മലയാളത്തിന്റെ SCERT നമ്മൾ ഇട്ടായിരുന്നു അല്ലെ? അത് എത്ര പേര് പഠിച്ചു? അത് ഞാൻ ആദ്യം ചോദിക്കട്ടെ, എന്നിട്ട് മതി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാൻ. ഞാൻ തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നും കൂടി ഞാൻ പറയാം. അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് മാത്രമാണ് തരുന്നത്. ഞാൻ ഇത്രയും റിസ്ക് എടുത്തിട്ട് തരണമെങ്കിൽ അതിന് എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിന് വേണ്ടിയല്ല നമ്മൾ പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അതിൽ നിന്നൊക്കെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണാതെ പോകരുത്. കാരണം ഓരോ മാർക്കിനും അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് അല്ലെ? 0.33 വാല്യൂ ആണ്. അത് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ റാങ്കിന്റെ ഏതെങ്കിലും ഒരു അറ്റത്തിലേക്ക് നമ്മൾ എത്താൻ ചാൻസ് വളരെ കൂടുതലാണ്. ചാൻസ് എന്നല്ല, വളരെ കൂടുതൽ തന്നെയാണ് കേട്ടോ. അതിന്റെ PDF ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രീ സ്റ്റുഡൻസിനൊക്കെ. പഠിച്ചു മിസ് വിജില പറഞ്ഞു, നല്ലോണം, നല്ല കാര്യം. അതിന്റെ PDF ഒക്കെ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കയറി വായിക്കുക. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യണത്, ക്ലാസ് തരുന്നതോടൊപ്പം തന്നെ PDF കൂടി നിങ്ങൾക്ക്. എപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം, ഈ PDF മാത്രം ഞാൻ നോക്കി പഠിക്കുക എന്ന പ്രവണത ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെക്കുക. എപ്പോഴും ലൈവ് ക്ലാസ്സുകൾ ലൈവായി തന്നെ കാണുക. എന്നിട്ട് നിങ്ങളൊന്ന് PDF വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഓർമ്മ നിൽക്കുള്ളൂ കേട്ടോ. അതൊന്ന് മക്കൾ മനസ്സിൽ ഓർത്തു വെക്കുക. രാഷിദ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇന്ന് വരുന്നുണ്ട് കേട്ടോ. പെയ്ഡ് മെമ്പേഴ്സിനല്ല മക്കളെ, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഫ്രീ ആയി തന്ന എല്ലാം, നമ്മുടെ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് തരുന്ന എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, PDF ആയിട്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം SCERT മലയാളത്തിന്റെ PDF ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. പരീക്ഷ ചോദ്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. നജ്ന, ആലപ്പുഴ മെയിൻ ലിസ്റ്റിൽ ഞാൻ ഉണ്ട് മാം, കിട്ടുമോ? ഏതിലാ മക്കളെ? ഏതിന്റെ ആയിരുന്നു ലിസ്റ്റ്? അതൊന്ന് പറയേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സമയം കളയുന്നില്ല, സ്റ്റാർട്ട് ചെയ്യാം. ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പറയും, അതും കൂടി ഒന്ന് മനസ്സിൽ ചെറുതായിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തും കൂടി നിങ്ങൾ കയറ്റി വെക്കുക. അത് നിങ്ങൾക്കൊക്കെ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ എയിം സ്റ്റഡി സെന്റർ പാലക്കാടിന്റെ ആപ്പിന്റെ പേരാണ് ശ്രീ ലേണിംഗ് ആപ്പ് അല്ലെ? ഏതാണ്? പാലക്കാട് എയിം സ്റ്റഡി സെന്റർ ആണ്, ശ്രീ ലേണിംഗ് ആപ്പ് ആണെന്നും കൂടി ഓർത്ത് വെക്കുക. നമ്മുടെ മലയാളത്തിന്റെ ലൈവ് കഴിഞ്ഞു, അതിന്റെ PDFs എല്ലാം നിങ്ങൾക്ക് കിട്ടി അടുത്ത ദിവസം തന്നെ ഇട്ട് തരുന്നതാണ്. ഇത് പെയ്ഡ് സ്റ്റുഡൻസിനാണെന്നും കൂടി മനസ്സിലാക്കിയ. ഇനിയും സമയം തെറ്റിയിട്ടൊന്നുമില്ല. ഏത് മെഗാ മാരത്തോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതായത് LP-UP ആണെങ്കിലും, KTET ആണെങ്കിലും, LPP മോഡൽ പരീക്ഷയാണെങ്കിലും, LDC ആണെങ്കിലും, SCERT എക്സാം സീരീസ് ഏത് ജോയിൻ ചെയ്യുകയാണെങ്കിലും ഇത്രയും സബ്ജക്റ്റിന് അല്ലെ, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെയാണ് മെഗാ മാരത്തോൺ ലൈവ് അല്ലെ? ഇത്രയും സബ്ജക്ട് മെഗാ മാരത്തോൺ ലൈവും കൂടി ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ബൈ 1 get 1 ഉണ്ട്. നമുക്ക് SCERT അതുപോലെ LP-UP മോഡൽ പരീക്ഷ ഒന്നിച്ച് പർച്ചേസ് ചെയ്തവർക്ക് എല്ലാവർക്കും 599 രൂപ മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി. വളരെ യൂസ് ആയിട്ട്, വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത്? ഇനിയുള്ള ദിവസം 25 ദിവസം കൊണ്ട് 50 മോഡൽ പരീക്ഷ എന്ന രീതി അല്ലെ? അപ്പൊ വളരെ യൂസ് ആണ്. 50 പരീക്ഷയോളം നിങ്ങൾക്ക് 5000-ഓളം ക്വസ്റ്റ്യൻസ് പരിചയം. ചില്ലറ കാര്യമൊന്നുമല്ല, അത്രയും ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള പരീക്ഷയ്ക്ക് ചോദിച്ചതും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ അതിലിട്ടിട്ടുള്ളൂ. SCERT കാര്യം പറയണ്ടല്ലോ. 5 മുതൽ 10 വരെയുള്ള സോഷ്യലും സയൻസും, 8 മുതൽ മാത്സ് വരെയുള്ള
മാത്സും അതുപോലെ തന്നെ 8 മുതൽ 10 വരെ മാത്സും 3 മുതൽ 10 വരെയുള്ള മലയാളം കൂടിയാണ് നമ്മൾ SCERT തരുന്നത്. ഡെയിലി എക്സാം ഉണ്ടാവും, അതെല്ലാം പോരാ, ലാസ്റ്റ് നിങ്ങൾക്ക് 100 മാർക്ക് വെച്ചിട്ടുള്ള 10 മോഡൽ പരീക്ഷയും ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് തികച്ചും സൗജന്യമായിട്ട് ലഭിക്കും. ഓക്കെ ആണോ? ദെൻ കേട്ടിട്ട് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും എത്രയുണ്ട്? SCERT മെഗാ മാരത്തോണും അതുപോലെ തന്നെ എക്സാം സീരീസും കിട്ടും. ഇതെല്ലാം പരീക്ഷയ്ക്ക് മുമ്പ് ഈ മാസം 20-22 തീയതിനുള്ളിൽ നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് പ്രോസസ്സും കഴിയുകയും ചെയ്യും. അതോടൊപ്പം തന്നെ PDF കൂടി സൗജന്യമായിട്ട് ലഭിക്കും ട്ടോ. സൈക്കോളജി ഒക്കെ സുരേഖ സൈക്കോളജി തരട്ടെ. ഇതിനെക്കുറിച്ച് സൗമ്യ യാതൊരു പ്രതീക്ഷയും ഇല്ല, അങ്ങനെ ചിന്തിക്കരുത്. പരീക്ഷയെ കുറിച്ച് എപ്പോഴും നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കേണ്ട, എല്ലാ പ്രതീക്ഷയോടും കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. നമുക്ക് വിജയം മാത്രം, ലക്ഷ്യം എന്താണ്? നമുക്ക് വിജയം മാത്രമാണ് എന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ നമ്മളെ മാരത്തോൺ സെക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ മാരത്തോണും കിട്ടാൻ വേണ്ടി എയിംസിന്റെ ഏത് ഗ്രൂപ്പ് ഏത് കോഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഏറ്റവും വലിയ കോഴ്സ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, ഏറ്റവും കുഞ്ഞു കുഞ്ഞു കോഴ്സ്, ചെറിയൊരു പേയ്മെന്റ്, ഏത് സാധാരണക്കാർക്കും പേയ്മെന്റ് ചെയ്ത് പഠിക്കാവുന്ന രീതിയിലാണ് നമ്മൾ മെഗാ മാരത്തോണിലൂടെ നിങ്ങൾക്ക് ഓരോ കോഴ്സും പർച്ചേസ് ചെയ്യാൻ പറയുന്നത്. ഏറ്റവും ചെറിയ ഫീസ് 299, 350 ഒക്കെ വളരെ ചെറിയ ഫീസ് തന്നെയാണ് അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഈ നമ്പറിൽ ഏത് നമ്പറിൽ വേണമെങ്കിലും ഗൂഗിൾ പേ ചെയ്യാം. നിങ്ങളുടെ പേര്, സ്ഥലം, കോഴ്സ്, വാട്സപ്പ് നമ്പറും കൂടെ അയക്കുകയാണെങ്കിൽ ആഡ് ചെയ്യുന്നത് എല്ലാം എയിംസിന്റെ മാത്രം പ്രത്യേകതയാണ്. ഈ പ്രത്യേകതകൾ കൊണ്ട് നമ്മൾ മക്കൾക്ക് ക്ലാസ്സുകൾ കൊടുത്തത് കൊണ്ട് മാത്രമാണ് എയിം സ്റ്റഡീസ് ഇത്രയും വിജയം കരസ്ഥമാക്കാൻ സാധിച്ചത്. നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ഓരോ റിസൾട്ടുകളൊക്കെ ഇടുമ്പോൾ നമ്മൾ നോക്കിയാൽ രജിസ്റ്റേർഡ് നമ്പർ സഹിതം ഓരോരുത്തരും നമ്മൾ ഫോട്ടോസ് സഹിതം വെക്കുന്നത്. നമ്മൾ എയിംസിന്റെ ഒഫീഷ്യൽ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡെയിലി നമ്മളൊരു 3-4 പേര് എയിംസിൽ നിന്ന് ജോലി കിട്ടിയവർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാറ്റസ് വെക്കാറുണ്ട്. ഈ നമ്പർ ഒന്ന് സേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഇതെല്ലാം എയിംസിന്റെ ചുണക്കുട്ടികളാണ്. എയിം സ്റ്റഡി സെന്റർ റാങ്ക് നേടിയ നമ്മളുടെ എയിം സ്റ്റഡി സെന്റർ വിജയത്തിന് കാരണമായ ചുണക്കുട്ടികളാണ്. ഇത്രയും റാങ്ക് അവർക്ക് കരസ്ഥമാക്കാൻ, ഓരോ റാങ്കും കരസ്ഥമാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സീറ്റ് ഉറപ്പാണ്. നമുക്ക് ഒരു സീറ്റ് മതി. ഏത് ജില്ലയിൽ എത്രയോ കട്ട് ഓഫ് വെക്കട്ടെ, എത്രയോ കോമ്പറ്റീഷൻ വന്നോട്ടെ, നമുക്കതൊന്നും വിഷയമില്ല. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പഠിക്കുക, എനിക്കുള്ളതാണ് ഒരു ഗവൺമെന്റ് സീറ്റ് എന്ന് മാത്രം മനസ്സിൽ ചിന്തിച്ചാൽ മതി. അല്ലാതെ 30 സീറ്റേ ഉള്ളോ, 30 ഒഴിവേ ഉള്ളോ, എനിക്ക് കിട്ടുമോ, ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പോസിറ്റീവായിട്ട് ഇരിക്കുക, എനിക്കൊരു സീറ്റ് മതി, അത് എനിക്കുള്ളതാണ് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യും? റാങ്ക് നമ്മുടെ തൊട്ടരികെ എന്ത് നമുക്ക് എത്തും. അത് മാത്രം ചിന്തിച്ച് പോസിറ്റീവായിട്ട് ഇരുന്ന് പരീക്ഷ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ ആണോ? സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മളുടെ SCERT-യിലെ മലയാളത്തിന്റെ 4ാം ക്ലാസ്സില് നമ്മൾ കേരള പാഠാവലി കഴിഞ്ഞു. ദെൻ അടിസ്ഥാന പാഠാവലിയുടെ ഒരു ഭാഗം കൂടിയുണ്ട്. അതുപോലെ തന്നെ 5ാം ക്ലാസ്സില് മൊത്തം സെക്ഷൻസും ഉണ്ട്. ഇത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു പോകണം. അപ്പൊ കഴിഞ്ഞ PDF കിട്ടിയിട്ടുണ്ട്. ലൈവ് കണ്ട ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? PDF വായിക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുകയുള്ളൂ കേട്ടോ. ഓക്കെ ആണോ? സെറ്റ് ആണോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ജോൺ മേരി കൂത്താട്ടകളും അങ്ങനെ കുറെ ONV കുറിപ്പിന്റെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. പ്രതീക്ഷ എന്റെ ലാസ്റ്റ് ചാൻസ് ആണെന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ചാൻസ്, നമുക്കൊരു ജോലി ഉറപ്പാണ് കേട്ടോ. അപ്പൊ മക്കളെ, അടുത്ത വള്ളത്തോൾ നാരായണ മേനോൻ അല്ലെ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വള്ളത്തോൾ നാരായണ മേനോൻ അല്ലെ? ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നു, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വള്ളത്തോൾ നാരായണ മേനോനും കൂടി ഉണ്ടെന്ന് ഓർത്തു വെക്കുക കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ 1878, അതൊന്നും വേണ്ട, ആധുനിക കവിത്രയം ഉൾപ്പെടുന്നു മാത്രം ഓർത്തു വെക്കുക. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ഉപാധ്യക്ഷൻ എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതും കൂടെ ഒന്ന് ഓർത്തു വെക്കുക. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരെ എന്ന് ചോദിക്കും. അതാരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ ഏതാണ്? സാഹിത്യ മഞ്ജരി 11ാം ഭാഗം, ബന്ധനസ്നായ അനിരുദ്ധൻ, മഗ്ദലന മറിയം, കൊച്ചു സീത, ശിഷ്യനും മകനും, അച്ഛനും മകളും, ചിത്രയോഗം, ഭദ്രവിലാപം എന്നിവ പ്രധാന കൃതികളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇതെല്ലാം പഠിച്ചു പോകണം. ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം ചേരുംപടി ചേർക്കുക അല്ല, മാച്ച് ദ ഫോളോയിങ് എന്ന രീതിയിലാണ്
ചോദ്യങ്ങൾ വരിക. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. കവിതാ സമാഹാരവും സാഹിത്യം ഒക്കെ ചോദിക്കുകയാണ് ഇങ്ങനെ മാത്ത് ദ ഫോളോയിങ് എന്ന രീതിയിലാണ് വരിക. അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു പോയോ? സെറ്റ് ആണോ? എടാ മക്കളെ, കമന്റ് നോക്കി നിങ്ങൾ ശ്രദ്ധിക്കുക, പഠിക്കുക. സമയം നമ്മുടെ മുന്നിൽ ഇല്ല. അപ്പൊ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, പോവുക. ജോലി വേണോ? പഠിക്കുക. എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു കട്ട് ഓഫിനകത്ത് കടക്കാൻ വേണ്ടി ഒരു കാരണവശാലും പഠിക്കണ്ട. അങ്ങനെയുള്ളവരാരും ഈ ലൈവിൽ കയറരുത് കേട്ടോ. അൽഫിയ, ഇവിടെ ആരും ഇല്ല. എൻ്റെ അടുത്ത് ഞാനും ഉണ്ട്, ഡിജിറ്റൽ ബോർഡും ഉണ്ട്, കുറെ ലൈറ്റുകളും ഉണ്ട്, മാത്രമേ ഉള്ളൂ. എന്റെ കൂടെ ആരില്ല, ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ ആണോ മക്കളെ? സെറ്റ് ആണോ? ഇത് എന്താ കമന്റ് വരാത്തത്? നിങ്ങൾക്ക് ഈ SCERT മലയാളം വേണ്ടേ? ഞാൻ വേണ്ടെങ്കിൽ ഇന്നത്തോടെ നിർത്തും കേട്ടോ. പിന്നെ ഞാൻ ഈ SCERT മലയാളം തരില്ല കേട്ടോ. അപ്പൊ ഞാൻ 3ാം ക്ലാസ് 4ാം ക്ലാസ് മാത്രം നിർത്തിയിട്ട് ബാക്കി നമ്മുടെ പെയ്ഡ് സ്റ്റുഡൻസിന് മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ. നിങ്ങൾക്ക് ഒരു ഉഷാറും ഇല്ല. എന്താ മറ്റു പറ്റിയത്? ഒന്ന് ഉഷാറോടെ ഇരിക്കി. 1:45 ചോറിന്റെ ഇത്തിരി ഉറങ്ങണ സമയമാണെന്നാണ് ചിന്തിക്കുന്നത്. ആണോ? സെറ്റ് ആണോ? എന്റെ ക്ലാസ്സിൽ എപ്പോഴും ടെൻഷനൊക്കെ മാറിയിട്ട് ഫ്രീ ആയിട്ട് കയറി വരികയാണെങ്കിൽ വന്നാൽ മതി. 4 പേരാണെങ്കിൽ ഞാൻ ലൈവ് എടുക്കാൻ റെഡിയാണ് കേട്ടോ. ഓക്കെ ആണോ? അങ്ങോട്ട് പോരട്ടെ. ഇത്രയും കാര്യം പഠിച്ചോ? നിങ്ങൾ സ്വന്തം ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ വെറുതെ ഇരിക്കണ്ട. നിങ്ങൾ വായിൽ പറഞ്ഞു പൊക്കുക, ഉറക്കെ പറഞ്ഞു പോവുക. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിച്ചാൽ കിട്ടും. അത് മനസ്സിലാക്കുക നിങ്ങൾ. ഓക്കെ, യൂട്യൂബിലെ ക്വസ്റ്റ്യൻസ് ഒന്നും മാരത്തോൺ ഉണ്ടാവില്ല കേട്ടോ. ശിവപ്രിയ, മക്കൾക്ക് ഫുഡ് കൊടുക്കാന്നൊക്കെ പറഞ്ഞു അല്ലേ? ഓക്കെ, സെറ്റ് ആണോ? പഠിച്ചു കഴിഞ്ഞോ? സെറ്റ് ആണോ? സാഹിത്യ മഞ്ജരി, ബദനസ്ഥായ അനിരുദ്ധൻ, മഗ്ദലന മറിയം, ശിഷ്യനും മകനും, കൊച്ചു സീത, അച്ഛനും മകളും, ചിത്രയോഗം അദ്ദേഹത്തിന് ഏതാണ്? മഹാകാവ്യാണ് ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതാണ്? ചിത്രയോഗം, ഭദ്രവിലാപം ഇമ്പോർട്ടന്റ് ഒക്കെ PSC ചോദിച്ചാണ്. തെറ്റിക്കരുത്. പറയുമ്പോ എന്ത് ചെയ്യുക, ഉറക്കെ പറഞ്ഞു പോവുക. ആവശ്യം നമ്മളുടെയാണ്. നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുന്ന പരീക്ഷയാണ് വരാൻ പോകുന്നത്. LP UP ആയിക്കോട്ടെ, LDC ആയിക്കോട്ടെ, ഏത് പരീക്ഷ ആയിക്കോട്ടെ എന്ന് മാത്രം ചിന്തിക്കുക. ഓരോ നിമിഷവും നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ കേറിക്കൊണ്ടിരിക്കണം ഈ നമ്മുടെ സ്വപ്നങ്ങൾ അല്ലെ. ലാക്ക് ഞാൻ പറഞ്ഞു. ലാക്ക് എന്താണ്? നമ്മുടെ ലക്ഷ്യം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ. ലാക്ക് എന്താണ്? നമ്മുടെ ലക്ഷ്യം. ആർക്കും ഓർമ്മ വരാൻ? ഓർമ്മയുണ്ടോ? ഓക്കെ, സെറ്റ് ആണോ? വായിച്ചു പോവുക. അടുത്തതിലേക്ക് പോവാം. ലക്ഷ്യം എന്നൊക്കെ വരുന്നുണ്ട്. ഞാൻ കമന്റ് ഇട്ടപ്പോ നിങ്ങളും കമന്റ് ഇട്ടു അല്ലെ. ബെസ്റ്റ്. പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മ. ആരാണ്? അമ്പലപ്പുഴ രാമവർമ്മ. ഈ പുള്ളിയുടെ പിക്ചർ ഒന്ന് ഓർത്ത് വെക്കുക. അതെങ്കിലും നമ്മുടെ മനസ്സിൽ കയറിക്കോട്ടെ കേട്ടോ. ഓക്കെ ആണോ? 1926 അമ്പലപ്പുഴയിൽ ജനിച്ചു. അതൊന്നും നമുക്ക് വേണ്ട ആവശ്യമില്ല. പിന്നെ കേരള കലാമണ്ഡലം ജനറൽ കൗൺസിൽ, കേരള സാഹിത്യ അക്കാദമിയുടെ ജനറൽ കൗൺസിൽ എന്നിവയിൽ അംഗമായിരുന്നു. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക, അതിന്റെ ആവശ്യമുള്ളൂ. നവരശ്മി, സാഹിതി സൗരഭം, കഥകളി നിരൂപണം തുടങ്ങിയവ പ്രധാന കൃതികളാണ്. ഏതൊക്കെയാണ്? നവരശ്മി ഒന്ന് ഓർത്തു വെക്കുക. സാഹിതി സൗരഭം, കഥകളി ആരെയാണ്? അമ്പലപ്പുഴ രാമവർമ്മ. ആരാണ്? അമ്പലപ്പുഴ രാമവർമ്മ. ഞാൻ പഠിച്ചു പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പഠിച്ചോ എന്ന് എനിക്കറിയില്ല. ഞാൻ പഠിച്ചു പോകുന്നുണ്ട്. ഓക്കെ ആണോ? നവരശ്മി, സാഹിതി സൗരഭം, കഥകളി ആരെയാണ്? അമ്പലപ്പുഴ രാമവർമ്മയാണ്. സെറ്റ് ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഉറപ്പാണ് കേട്ടോ. SCERT ഒരു ചോദ്യം ഉണ്ടാവും, ഉറപ്പാണ്, ഒരു സംശയമില്ല. മലയാളത്തിന്റെ സാഹിത്യമോ ആത്മകഥയോ ഏതെങ്കിലും ഒരു ഭാഗം SCERT ഉറപ്പായിട്ട് ഉണ്ടാവും കേട്ടോ. Then ഇത് നമുക്ക് അറിയുന്ന ആളാണല്ലേ, നമ്മൾ കുറെ പഠിച്ചതല്ലേ. ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. 1885 ഇമ്പോർട്ടന്റ് ആണ്. ചേരാനല്ലൂരിൽ ജനനം. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലെ. ചേരാനല്ലൂരിലാണ് ജനിച്ചത്. Then ധ്രുവചരിത്രം, സൗദാമിനി, പഞ്ചവടി, ശാകുന്തളം, ബാലകലേശം, ഉദ്യാന വിരുന്ന്,
ബൈമി പരിണയം, ജാതിക്കുമ്മി അല്ലെ, ഇമ്പോർട്ടന്റ് ആണ്. ഭാഷാ നാടകം തുടങ്ങിയവ പ്രധാന കൃതികളാണ്. ഏതാണ് ധ്രുവചരിത്രം, സൗദാമിനി, പഞ്ചവടി, ശാകുന്തളം, ബാലകലേശം, ഉദ്യാന വിരുന്ന്, ബൈമി പരിണയം, ജാതിക്കുമ്മി. ഭാഷാ നാടകം ആരുടെയാണ്? എല്ലാം പണ്ഡിറ്റ് കറുപ്പന്റെയാണെന്ന് ഓർത്തു വെക്കുക. 1885 അല്ലെ, 1885 എന്താ പ്രത്യേകത? എന്ത് വന്നു? INC വന്നോ? എപ്പോഴും ഡേറ്റ് പറയുമ്പോ കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക. എന്താ വന്നത് മക്കളെ? എന്താ വന്ന്? ചേരാനല്ലൂരിൽ ജനിച്ചു. 1885 ഡിസംബർ 28 എന്ത് വന്നു? INC വന്നു അല്ലെ. ഡിസംബർ INC വന്നു. ആരായിരുന്നു? AO ഹ്യൂമ ആയിരുന്നു. 72 പേരായിരുന്നു. സുബ്രഹ്മണ്യൻ. കുറേ ഫാക്ട്സ് ഉണ്ട് അല്ലെ അതുമായി ബന്ധപ്പെട്ടത്. അപ്പൊ എന്ത് ചെയ്യാ? 1885 എന്ത് വന്നു? ചേരാനല്ലൂരിൽ പണ്ഡിറ്റ് കറുപ്പനാണ് ജനിച്ചതെന്ന് ഓർത്തു വെക്കുക. ധ്രുവ ചരിത്രവും സൗദാമിനിയും പഞ്ചവടിയും ശാകുന്തളം ഉദ്യാന വിരുന്ന് അതുപോലെ ജാതിക്കുമ്മിയൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. SK പൊറ്റക്കാട് അല്ലെ. ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് എന്നാണ് പേര്. അപ്പൊ ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്. നമുക്ക് എല്ലാവർക്കും അറിയാം SK പൊറ്റക്കാട് എന്നല്ലേ. ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ എന്നാണ് ഫുൾ നെയിം ട്ടോ. കണ്ട നമ്മുടെ ഭവ്യ രാജൻ സൂപ്പർ ആണ്. എല്ലാവരും ലൈക്ക് അടിക്കുക. സൂപ്പർ ആണ്. 244 പേരുണ്ട്. എനിക്കാണെങ്കിൽ 88 ലൈക്ക് മാത്രമേ ഇന്ന് തന്നിട്ടുള്ളൂ. എന്റെ പിള്ളേർ എന്താണെന്നറിയില്ല, എന്നോട് എന്തോ ദേഷ്യമുണ്ട് അവർക്ക്. ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് എന്നാണ് SK പൊറ്റക്കാടിന്റെ മുഴുവൻ പേരെന്ന് ഓർത്തു വെക്കുക. ഒരു ദേശത്തിന്റെ കഥ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഒരു തെരുവിന്റെ കഥ. ഇതൊക്കെ ആരെയാണ്? ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ. രാജമല്ലി PSC ചോദിച്ചിട്ടുണ്ട്. വനകൗമുദി, വിഷകന്യക, ബാലിദ്വീപ്, കാപ്പിരികളുടെ നാട്ടിൽ, സിംഹഭൂമി, പാതിരാസൂര്യന്റെ നാട്ടിൽ എന്നിവയാണ് പ്രധാന കൃതികൾ. ഏതൊക്കെയാണ്? PSC ചോദിച്ചത് ഏതാണ്? കാപ്പിരികളുടെ നാട്ടിൽ ചോദിച്ചിട്ടുണ്ട്. പാതിരാസൂര്യന്റെ നാട്ടിൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഏതാണ്? വിഷകന്യക ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥയൊക്കെ ആരാണ്? SK പൊറ്റക്കാട് എന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? സെറ്റാണോ? കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകളും ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരങ്ങളും ലഭിച്ചു. മരിച്ച വർഷമൊന്നും ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്. ഇനി മക്കൾ മറക്കുവോ? എന്താ പേര്? ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ എന്നാണ്. ചെമ്പകരാമൻ വേലായുധൻ ആരാണ്? ചെമ്പകരാമൻ വേലായുധൻ ആരാ മക്കളെ? ഓർത്തേ. ചെമ്പകരാമൻ വേലായുധൻ മറന്നാ? സെറ്റിമസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. ആരാണ്? മണ്ണടി വേലുത്തമ്പി അല്ലെ. ഓക്കെ, വേലുത്തമ്പി അല്ലെ. ഓക്കെ, അപ്പൊ ഏതാണ്? ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാടാണ്. വിഷകന്യക ഓർത്തു വെച്ചോളൂ. നമുക്ക് ദേശത്തിന്റെ കഥ, തെരുവിന്റെ കഥയൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും അല്ലെ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ജ്ഞാനപീഠങ്ങൾ വന്നത് ആത്മകഥകള്. അവരുടെ പിന്നെ ഏത് വർഷമാണ് ജ്ഞാനപീഠം കിട്ടിയത്, ഏത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ്, അതിന്റെ തുക എത്രയൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബിൻസി മെഗാ മാരത്തോണിൽ ഒരിക്കലും യൂട്യൂബിലെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇടില്ല കേട്ടോ. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ അവർക്കും നിങ്ങൾക്കും തരുന്ന എന്താ വ്യത്യാസം? ലൈവ് യൂട്യൂബിൽ ഫ്രീ ആയി തരുന്ന അത് വേറെയാണ്, മെഗാ മാരത്തോൺ വേറെയാണ് കേട്ടോ. ഓക്കെ ആണോ? എൻ കുമാരനാശാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് മാത്രമാണ് SCERT ബുക്കിൽ വളരെ ഭംഗിയായിട്ട് ഒരു ബോക്സിൽ തന്നിരിക്കുന്നത്. ഓർത്തു വെച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാ? പഠിച്ചു പോയാൽ മാത്രം മതി കേട്ടോ. സെറ്റാണോ? ആധുനിക കവിത്രയങ്ങൾ ഉൾപ്പെടുന്നു. അപ്പൊ മുമ്പ് നമ്മൾ ആരെയാ പഠിച്ചത്? ഫസ്റ്റ് ഒരാളെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു?
കമന്റ് ചെയ്തേ മക്കള്. ആരായിരുന്നു? 1871 കായിക്കരയിൽ ജനിച്ചു അല്ലെ? എവിടെയാണ്? കായിക്കരയിൽ ജനിച്ചു. നമ്മൾ അപ്പോഴേ പറഞ്ഞു പണ്ഡിറ്റ് കർപ്പൻ ഏതാണ്? ചേരാനല്ലൂർ ജനിച്ചു എന്ന്. 1885 ജനിച്ചു എന്ന് പറഞ്ഞു. കുമാരനാശാൻ ആണെങ്കിലോ ഏത് വർഷമാണ്? 1871 ജനിച്ചതെന്നും കൂടി ഓർത്തു. വീണ, പൂവ്, നളിനി, ലീല, പ്രരോദനം, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ചണ്ഡാല ഭിക്ഷുകി, പിന്നെ ഏതാണ്? കരുണ, പുഷ്പവാടി, ശ്രീബുദ്ധചരിതം, ബാലരാമായണം തുടങ്ങിയ പ്രധാന കൃതികളാണ്. ഏതാണ്? വർഷം ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? 1924 വൈക്കം അല്ലെ? ഏതാണ്? 1924 വൈക്കം സത്യാഗ്രഹം എന്നും കൂടി ഓർത്തു വെക്കുക. ഏതാണ്? ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെടുന്നു കുമാരനാശാൻ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. വീണപ്പൂവ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആരൊക്കെയാണ് ഈ ആധുനിക കവിത്രയങ്ങൾ? ആരൊക്കെയാണ്? ആശാനുണ്ട്, പിന്നെ ഉള്ളൂരുണ്ട്, വള്ളത്തോൾ എന്നും കൂടി ഓർത്തു വെക്കുക. ആരൊക്കെയാണ്? ഉള്ളൂരും വള്ളത്തോൾ എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലേ? അറിയാത്തവരൊന്ന് ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ദെൻ ഏതൊക്കെയാണ്? വീണപ്പൂവ് ഇമ്പോർട്ടന്റ് ആണ്. നളിനി, ലീല, പ്രരോദനം, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ചണ്ഡാല ഭിക്ഷുകി, കരുണ, പുഷ്പവാടി, ശ്രീബുദ്ധചരിതം, ബാലരാമായണം ഒക്കെ ആരെയാണ്? കുമാരനാശാന്റെ ആണെന്ന് ഓർത്തു വെക്കുക. 1971 ജനിച്ച് 1924 കുമാരനാശാൻ മരിച്ചത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? കൃതി എക്സ്പ്ലെയിൻ ചെയ്യുമോ? എക്സ്പ്ലെയിൻ. വീണപ്പൂവ് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചതാണ്. നളിനി ചോദിച്ചിട്ടുണ്ട്, ചിന്താവിഷ്ടയായ സീത ചോദിച്ചിട്ടുണ്ട്, ദുരവസ്ഥ ചോദിച്ചിട്ടുണ്ട്, കരുണ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ PSC എപ്പോഴും ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യം, പക്ഷെ അറിയാത്ത കാര്യം കുറെ ഉണ്ട്. അതാണ് നിങ്ങൾ പഠിക്കേണ്ട. പ്രരോദനം, ചണ്ഡാല ഭിക്ഷ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബാലരാമായണം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. എപ്പോഴും ഇനിയുള്ള പരീക്ഷയ്ക്ക് ഒന്നോ സ്റ്റേറ്റ്മെന്റ് രീതി ആയിരിക്കും. എങ്ങനെ ചോദിക്കും? ആധുനിക കവിത്രയങ്ങൾ ഉൾപ്പെടുന്നതാണ്. 1871 ജനിച്ച ആളാണ് കുമാരനാശാൻ. ചില ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? 1885 കുമാരനാശാൻ ജനിച്ചെന്ന് ചോദിക്കാൻ ചാൻസ് വളരെ കുറച്ച് ആണോ? അല്ലെ? പണ്ഡിറ്റ് കർപ്പൻ അല്ലേ? അങ്ങനെ മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പരീക്ഷയ്ക്ക് നമ്മൾ കഴിഞ്ഞ ഇന്നത്തെ എക്സാം ഒക്കെ നോക്കുമ്പോൾ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ലാസ്റ്റ് ഗ്രേഡിൽ പോലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ തുടങ്ങിയത്. മക്കൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക കേട്ടോ. ആശാന്റെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സെറ്റ് ആണോ മക്കളെ? നിങ്ങൾ പഠിച്ചു പൊക്കോളാം. ഇനി ഇതൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ല. ഈ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ റിവിഷൻ എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞില്ലേ? 3-ാം ക്ലാസ്സും കഴിഞ്ഞു, 4-ാം ക്ലാസ്സും കഴിഞ്ഞു, 5-ാം ക്ലാസ്സും കഴിഞ്ഞു. ഇനി ഒരു 3 ക്ലാസ് കഴിഞ്ഞ് നമ്മൾ സൂപ്പറായി മലയാളത്തിന്. എന്നിട്ട് ഞാനൊരു പരീക്ഷ ഇടുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു 100 മാർക്കിന്റെ പരീക്ഷ ഇടുന്നുണ്ട്. അന്ന് തെറ്റിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാരെയും ശരിയാക്കി തരുന്നതാണ് കേട്ടോ. മക്കളെ ഒരൊറ്റ സെക്കൻഡ് കേട്ടോ. ഹലോ അമ്മ ലൈവാണ്, മനെ പൊളിക്കാട്ടോ. ഓക്കെ ആണോ? കോഴ്സ് എടുക്കുകയാണെങ്കിൽ എയിം സ്റ്റഡി സെന്ററിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അവിടെ സുഭാഷ്, അമല ആരെങ്കിലും നമ്മുടെ നമ്പേഴ്സ് ഒക്കെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. ഒരുപാട് പേര് ഡൗട്ടുമായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ആണോ? ഞാൻ 1 മിനിറ്റ് എന്ന് പോയത് വേറൊന്നുമല്ല, എന്റെ മോൻ ഒന്ന് പെട്ടെന്ന് ഫോൺ ചെയ്തു. അപ്പൊ ഞാൻ അമ്മ ലൈവിലാണ്, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം എന്ന് പറഞ്ഞു കേട്ടോ. അതിനു വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് മാറി നിന്നത്. ഓക്കെ ആണോ? ദെൻ TC ജോൺ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു സമയം എടുത്തതിന് വേണ്ടി ക്ഷമ ചോദിക്കുകയാണ്. കുറെ നേരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്താൽ അവനൊന്ന് പോവല്ലോ, അതിനു വേണ്ടിയാണ് കേട്ടോ. TC ജോൺ നമ്മൾ കേൾക്കാത്തൊരു പേരാണ്. ഓ മൈമുന, ഞങ്ങൾ കേട്ടു. സോറി, എന്റെ മൈക്ക് ഉണ്ടായിരുന്നു അല്ലെ? ഓക്കെ. 1948 എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിയിൽ ജനിച്ചു. ഓക്കെ, ഏതാണ്? 1948 എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിയിൽ ജനിച്ചു. കേരള സാഹിത്യ അക്കാദമി, കേരള സംഗീത അക്കാദമി എന്നിവയിൽ അംഗമായിരുന്നു. ഓക്കെ, തേക്ക്, നെല്ല്, ഉറാട്ടി, മോചനത്തിന്റെ പടവുകൾ,
വയനാടിനെ പറ്റി, വയനാടൻ കഥകൾ കുട്ടികൾക്ക് തുടങ്ങിയ പ്രധാന കൃതികളാണ്. തേക്ക് നെല്ല് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏതാണ്? തേക്കും നെല്ലും ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഓർത്തു വെക്കുക. ഏതാണ്? തേക്ക് നെല്ല് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ടിസ്റ്റാടം നിങ്ങൾ കേട്ടൂല, ഞാന് സത്യത്തിൽ ഈ മൈക്കിന്റെ കാര്യം മറന്നുപോയിട്ട്, അതുകൊണ്ടാണ്, ക്ഷമിക്കുക എനിക്ക് വേണ്ടി കേട്ടോ. ഒരൊറ്റ നിവൃത്തിയില്ലാത്ത കൊണ്ടാണ് അവിടെ ആഴ്ചയിൽ 2 ദിവസം 1 ദിവസം ഫോൺ കൊടുക്കാറുള്ളത്, അതുകൊണ്ട് മാത്രമാണ് പെട്ടെന്ന് എടുത്തത്. ഓക്കെ ആണോ? സെറ്റ് ആണോ? അപ്പൊ TC ജോൺ എന്താണ്? തേക്ക് നെല്ല് ഉറാട്ടി നോവൽ ആണെന്നും കൂടി ഓർത്തു വെക്കുക. അപ്പൊ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. TC ജോണിന്റെ നോവൽ ചോദിക്കും, ഉറാട്ടി തരും, ചിലപ്പോ വയനാടൻ കഥകൾ ചോദിക്കും, അല്ലെങ്കിൽ വയനാടിനെ പറ്റിയൊക്കെ ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യാ? അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഏതൊക്കെയാണ്? തേക്ക് നെല്ല്, ഉറാട്ടി, മോചനത്തിന്റെ പടവുകൾ, വയനാടിനെ പറ്റി, വയനാടൻ കഥകൾ കുട്ടികൾക്ക് തുടങ്ങിയ പ്രധാന കൃതികളാണ്. ഈ വർഷം ഒന്നും വേണ്ട കേട്ടോ, 2013 അതൊന്നും ആവശ്യമില്ല. ഇത് മാത്രം ഒന്ന് മക്കളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ PDF ഞങ്ങൾ അടുത്ത ക്ലാസ്സിൽ തരും കേട്ടോ. അതുപോലെ തന്നെ നെല്ലിന്റെ P വത്സല എന്നും കൂടി ഉണ്ട് കേട്ടോ, അതും കൂടെ ഒന്ന് ഓർത്തു വെക്കുക. വത്സല എന്നും കൂടി ഉണ്ട്. TC ജോൺ ആണ് ഓപ്ഷനിൽ കാണുന്നെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? അത് വത്സലയാണെന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് മിണ്ടാതിരിക്കരുത്. അത് ആരായിരിക്കും? TC ജോൺ ആണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. R രാധാകൃഷ്ണൻ ട്ടോ. ആരാണ്? R രാധാകൃഷ്ണൻ എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. 1941 തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ജനനം. ഏതാണ്? 1941 തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ് ജനനം. നമ്മുടെ എയിംസിലെ സ്റ്റാഫുകള് കോർഡിനേറ്റർ ഒന്ന് ശ്രദ്ധിക്കുക, കുറെ കമന്റ്സുകൾ വരുന്നുണ്ട്, മക്കൾക്ക് ഡൗട്ടുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏതാണ്? വനിതയും നിയമവും, വനിതകളും കായിക ലോകവും, ഉപഭോക്താവിന്റെ അവകാശങ്ങൾ, വിവരാവകാശ നിയമം, ജന നന്മയ്ക്ക്, കളിക്കളത്തിലെ മഹാപ്രതിഭകൾ. ഒരു വളരെ വേറിട്ട കുറെ പേരുകളല്ലേ? ഏതൊക്കെയാണ്? വളരെ വേറിട്ട കുറച്ച് കാര്യങ്ങളാണ്, തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ അല്ലെ? ഏതൊക്കെയാണ്? വനിതകളും നിയമവും, വനിതയുമായി ബന്ധപ്പെട്ടത്. നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. വിവരാവകാശ നിയമം, ജനനന്മയ്ക്ക് അല്ലെ? മഹാപ്രതിഭകൾ, പിന്നെ ഏതാണ്? വനിതകളും കായികലോ, വനിതയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പുള്ളി എഴുതിയിരിക്കുന്നത് കൂടി മനസ്സിലാക്കി വെക്കുക. ആരാണ്? R രാധാകൃഷ്ണൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? സെറ്റ് ആണോ? സെറ്റ് ആണോ മക്കളെ? എന്താണ് അപർണ തമാശിച്ചു പോയി എന്ന് പറഞ്ഞ? എന്ത് പറ്റി അപർണ? ദേവിപ്രിയ പറഞ്ഞു എന്റെ മോൻ ഗ്രീഷ്മ 3ാം ക്ലാസ്സിലാണ് CB, അവർക്കും പഠിക്കാൻ, അവരെ പഠിക്കുന്നു. നിങ്ങൾ ഇപ്പോഴാണ് പഠിക്കുന്നത് അല്ലെ? 3ാം ക്ലാസ്സിൽ അവർ പഠിച്ചു കഴിഞ്ഞു, നമ്മൾ എപ്പോഴാ പഠിക്കുന്നത്? ഇത്രയും മുലക്കളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? പഠിക്കുന്നത് അല്ലെ? തമാശക്ക് പറയാൻ ട്ടോ. തുടർന്ന് വായനയ്ക്കുള്ള പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? നറുമൊഴികൾ. ആരെയാണ്? നറുമൊഴികൾ ആരെയാ മക്കളെ? നറുമൊഴികൾ ആരെയാണ്? ONV കുറുപ്പാണ് ട്ടോ. ഏതാണ്? ONV കുറുപ്പാണ്, ഇമ്പോർട്ടന്റ് ആണ്. നറുമൊഴികൾ ആയതാണ് ONV കുറുപ്പാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഈ കഥ കേട്ടിട്ടുണ്ടോ? ആരെയാണ്? സുമംഗല. ആരെയാണ്? ഈ കഥ കേട്ടിട്ടുണ്ടോ? ആരെയാണ്? സുമംഗല എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. കേരളീയ കഥകൾ ആരെയാണ്? കേരളീയ കഥകൾ ആരെയാണ്? ഇതാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ. താളമേളം ഡോക്ടർ S ഭാഗ്യലക്ഷ്മി. ഏതാണ്? ഡോക്ടർ S ഭാഗ്യലക്ഷ്മിയും കൂടി ഓർത്തു വെക്കുക കേട്ടോ. പുഷ്പവാടി. ആരെയാണ് പുഷ്പവാടി? പുഷ്പവാടി ആരെയാ മക്കളെ?
ആരുടെയാണ്? കുമാരനാശാന്റെയാണ് അല്ലെ. പുഷ്പവാടി സാഹസിക യാത്ര കഥകൾ ആരുടെയാണ്? പി കെ ശിവദാസ് എന്നാണ്. പ്രകൃതിയുടെ സംഗീതം ആരുടെയാണ്? പ്രകൃതിയുടെ സംഗീതം കിളിരൂർ രാധാകൃഷ്ണൻ ആണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണോ? നമ്മൾക്ക് ചിലപ്പോൾ ബോർ അടിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ഞാൻ നിങ്ങളെ കുത്തിത്തിരികെ എന്ത് ചെയ്യണം ഓരോന്ന് പറഞ്ഞു തരുന്നത്. എന്റെ സൗണ്ടും നിങ്ങളുടെയുള്ള വായനയും തീർച്ചയായിട്ടും നമുക്ക് പരീക്ഷയ്ക്ക് ഓർമ്മ നിൽക്കും. പിന്നെ PDF-ഉം കൂടെ കിട്ടുമ്പോൾ നിങ്ങൾ സെറ്റ് ആവണ്ട. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, മനസ്സിലാക്കുക. ചോദിച്ചാൽ ഒരു മാർക്ക് പോണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്യണത് മലയാളത്തിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് തരുന്നത്. നിങ്ങൾക്ക് ബോർ അടിക്കുന്നത്, നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ട്, അതൊക്കെ എനിക്ക് അറിയുന്നുണ്ട്. വേറെ ഒരു നിവർത്തി നമുക്ക് ഇല്ല, അതുകൊണ്ടാണ്. ഓക്കെ ആണോ? ഇതെന്താ പിന്നെ ഒന്നും ഇണ്ടാത്തത്? ഈ പിള്ളേരെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണല്ലോ ഇപ്പൊ. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് മൊത്തം നിങ്ങൾ ആലോചിച്ച് മാത്രമേ ഇപ്പൊ ടെൻഷൻ ഉള്ളൂ. എനിക്ക് എന്നെ ആലോചിച്ച് ടെൻഷൻ ഇല്ല. ആ നെല്ല് പി വത്സലി ഉണ്ട് കേട്ടോ, അതും ഉണ്ട്, ഞാൻ പറഞ്ഞാണല്ലോ. നമ്മുടെ ആരാണ്? ഫ്ലോറൻസ് നൈറ്റിംഗേൾ. എന്താണ്? വെറുതെ നിമിത 25 ദിവസം ഉള്ളു മാത്രം ടെൻഷൻ അടുപ്പിക്കണ്ട, ഒക്കെ നമ്മൾ പഠിക്കും കേട്ടോ. ഫ്ലോറൻസ് നൈറ്റിംഗേൾ പൊലിയാത്ത ദീപം ആരെയാണ്? ഡോക്ടർ എം ലീലാവതി. ഞാൻ എങ്ങനെയാ പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞു തന്ന കാര്യമാണ്. എങ്ങനെയാ മക്കളെ പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞു തന്നാണ്. എങ്ങനെയാ പഠിക്കേണ്ടത്? നമ്മൾ ഇന്നും കൂടെ ഇന്ന് കുറെ എൻ്റെ അടുത്ത് അപ്പഴേ അഖില എന്ന് പറഞ്ഞൊരു കൊച്ചു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ പഠിച്ചൊന്നും ഓർമ്മ നിൽക്കുന്നില്ല. മലയാളം പഠിക്കാനുള്ള എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇന്ന് ഞാൻ ലൈവ് എടുത്തു, നിങ്ങൾ ഇന്ന് ഒരിക്കൽ വായിച്ചു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒരു 4 മണി 5 മണിയാവുമ്പോൾ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ഇതൊന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ വായിക്കുക. എന്ത് ചെയ്യണം? വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒന്ന് വായിക്കുക. എന്നിട്ട് കിടന്നുറങ്ങണോ? ഉറങ്ങണം. എന്നിട്ട് നാളെ രാവിലെ എണീറ്റതും ബെഡിൽ നിന്ന് എണീറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് ബാത്റൂം ഒന്ന് വാഷ്റൂമിൽ പോയി ഫ്രഷ് ആയി വന്ന ശേഷം ഒന്നും കൂടി ഈ സെക്ഷൻ വായിക്കുക. നിങ്ങൾ സെറ്റ് ആവുമോ? ആവില്ല. നമുക്ക് എന്ത് ചെയ്യും? 2 ദിവസം കഴിഞ്ഞ് നമ്മളെല്ലാം മറന്നുപോകും. അപ്പൊ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? കറക്റ്റ് 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് വീണ്ടും ഒന്ന് വായിക്കുക. ഒന്ന് ഓടിച്ച് പ്ലേ സ്പീഡ് ഒന്ന് കൂട്ടിയിട്ട് ഒന്നും കൂടി ശ്രദ്ധിച്ച് പെട്ടെന്ന് വായിക്കുക. ഇത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ PDF-ഉം കിട്ടും. ഇത് മതി പരീക്ഷയ്ക്ക് ഓർക്കാൻ, വേറെ ഒന്നും വേണ്ട കേട്ടോ. ഞാൻ ഉറപ്പായി പറയുന്ന കാര്യമാണ്. എപ്പോഴും പഠിക്കുന്ന കാര്യം, അറിയാത്ത കാര്യങ്ങൾ പഠിക്കുന്നത് റിപ്പീറ്റേഷൻ ആണ്. അല്ല ഇന്നും പഠിച്ചു നാളെയും പഠിച്ചത് കിട്ടില്ല. ഇന്നും പഠിച്ച് നാളെ രാവിലെയും പഠിച്ച് 2 3 ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഒന്നും കൂടി വായിക്കുക. ഓക്കെ ആണോ? ഓക്കെ. സെറ്റ് ആണോ? ഓക്കെ. വയനാടൻ കഥകൾ നമ്മൾ പറഞ്ഞല്ലേ കുട്ടികൾക്ക്, അതന്നെ വയനാടൻ കഥകൾ കുട്ടികൾക്ക് ഏതാണ്? TC ജോൺ ആണെന്ന് കൂടി ഓർത്തു വെക്കുക. തേക്ക് നെല്ല് ആരെയായിരുന്നു? തേക്ക് നെല്ല് ആരെയായിരുന്നു മക്കളെ? ആരായിരുന്നു? ധനിയ ഇതിന്റെ PDF എല്ലാം നമ്മൾ തരും ട്ടോ. തേക്ക് നെല്ല് നമ്മൾ മുമ്പ് പഠിച്ച ആരായിരുന്നു? കമന്റ് ചെയ്തേ. കുട്ടികളുടെ ശ്രീനാരായണ ഗുരു ആരാണ്? A കാമാക്ഷി കുട്ടി അമ്മ. ഏതാണ്? കുട്ടികളുടെ ശ്രീനാരായണ ഗുരു ആരാണ്? A കാമാക്ഷി കുട്ടി അമ്മ എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമായ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എനിക്ക് അതിലേറെ ഇഷ്ടമാണ്. പഠിച്ചു പോവാം. ഏതാണ്? 6. 6 എന്താ മക്കളെ? 6 എന്ന് പറഞ്ഞാൽ എന്താണ്? പുഴ അല്ലെ? 6 എന്ന് പറഞ്ഞാൽ എന്താണ്? പുഴയാണ് അല്ലേ? ഓളം. ഓളം എന്താണ്? ഓളം ചെറിയ തിര എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഏതാണ്? ചെറിയ തിര എന്നും കൂടി മക്കൾ ഓർത്തു. കല്ലോലം. അപ്പോ ഓളമാണെങ്കിൽ ചെറിയ തിരയാണെങ്കിൽ വലിയ തിര എന്ത് പറയും നമ്മള്? കല്ലോലമാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഏതാണ്? കല്ലോലം. ഓക്കെ. തണ്ടാർ. തണ്ടാർ എന്താണ്? തണ്ടാറ് താമരപ്പൂവാണ് കേട്ടോ. ഏതാണ്? ഇനി നമ്മൾ താമരയെ കാണുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് പരീക്ഷ കഴിയുന്നവരെ തണ്ടാർ തണ്ടാർ എന്ന് മാത്രം പറയുക. എങ്ങനെ പറയാ? തണ്ടാറാണ് നമ്മളുടെ താമരപ്പൂവ്. തോപ്പ്. തോപ്പ് എന്താണ്? തോപ്പ് എന്താ മക്കളെ? ചെറിയ വൃക്ഷങ്ങൾ ധാരാളമുള്ള പുരയിടം. ഏതാണ്? വൃക്ഷങ്ങൾ ധാരാളമുള്ള പുരയിടം. തമിഴ്നാട്ടിലെ തോപ്പ്. തോപ്പിലേക്ക് പോവാന്നൊക്കെ പറയില്ലേ? അതെന്താണ്? വൃക്ഷങ്ങൾ ധാരാളമുള്ള പുരയിടത്തിനെ പറയുന്ന പേരാണ് ഏത്? തോപ്പ് എന്ന്. നെയ്തൽ. നെയ്തൽ. നെയ്തൽ എന്താണ്? നെയ്തൽ
പാലൈ, മരുതൈ, നെയ്തൽ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നെയ്തൽ എന്താണ്? തെങ്ങുംതോപ്പ്, സന്തോഷേ, അതന്നെയാണ് കേട്ടോ. ഏതാണ് നെയ്തൽ? എന്താ കമന്റ് ചെയ്തേ? നെയ്തൽ എന്താ മക്കളെ? നെയ്യാമ്പൽ. എന്താണ്? നെയ്യാമ്പലാണ് നെയ്തൽ എന്നും കൂടി ഓർത്തു വെക്കുക. പശിമപ്പെട്ട, വളരെ വായിൽ വെക്കാൻ പറ്റാത്ത പേരാണ് പശിമപ്പെട്ട. എന്താണ്? നമ്മൾ നനവുള്ള. എന്താണ് പശിമപ്പെട്ട എന്ന് പറഞ്ഞാൽ? എന്താണ്? അത് നനവുള്ള എന്നാണവേ അർത്ഥം. ഓക്കെ, പശിമപ്പെട്ട എന്താണ്? നനവുള്ള. മറക്കുവോ മക്കള്? അപ്പൊ പശിമപ്പെട്ട എന്താണ്? നനവുള്ള. പൊയ്ക നമുക്കറിയാം, ചെറിയ ജലാശയം അല്ലെ. പൊയ്ക എന്താണ്? ചെറിയ ജലാശയം എന്നും കൂടി ഓർത്തു വെക്കുക. ഭൂവ്. ഭൂവ് എന്താ മക്കളെ? ഭൂവ്. ഭൂവ് എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. ഭൂവ് പറഞ്ഞാൽ ഭൂമിയാണ്. നമുക്ക് അറിയാത്തത് എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു പോവുക. അറിയുന്ന കാര്യങ്ങൾ മനസ്സിൽ ഒന്നും കൂടി കുറിച്ചിടുക. ഒക്കെയാണോ? വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മനോഹരം, ഭംഗിയുള്ളത് അല്ലെ. മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് അല്ലെ. ഭംഗിയുള്ളതല്ലേ മനോഹരം? വളരെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന അല്ലെ. മാൺബ്, അഴക്. എന്താണ് മാൺബ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ചന്തം അല്ലെങ്കിൽ അഴക് എന്നൊക്കെ പറയും അല്ലെ. ഏതാണ് അഴക്? മാൺബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ആലോചിച്ചാൽ മതി കേട്ടോ, എനിക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടും. എന്താണ് മാൺബ് എന്ന് പറഞ്ഞാൽ? ഭംഗിയാണ്, അഴകാണ്, അത് ഞാനാണെന്ന് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. നിങ്ങൾക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. ഓക്കെ ആണോ? എന്നിട്ട് ഞാൻ തന്നെ വാരുകയാണ് അല്ലെ. ദെൻ മാൻപിയന. ഏതാണ് മാൻപിയന? എന്താണ്? ഏതാണ്? മാൻപ് പ്ലസ് ഇയന, അതാണ് അഴകുള്ള കേട്ടോ. മാറിപ്പോണ്ട. മാൻപിയന എന്താണ്? മാൻപ് പ്ലസ് ഇയന, അഴകുള്ള എന്ന് ഓർത്താൽ മതി കേട്ടോ. മേട് നമുക്കറിയാം, ഉയർന്ന സ്ഥലം എന്നറിയാം, മലമുകൾ എല്ലാം അറിയാം അല്ലെ. മേളിച്ച. ഏതാണ് മേളിച്ച? എന്താണ്? സുബിന ഇത് ഇഷ്ടായെന്ന് പറഞ്ഞു. സൂപ്പർ ആണ് അല്ലെ. നമ്മൾ പറഞ്ഞ ഡയലോഗ് ഒക്കെ കളിയാക്കുന്നുണ്ട്. സാരല്ല, പോട്ടെ, പരീക്ഷ വരെ എന്നെ സഹിച്ചാൽ മതി. മേളിച്ച എന്താണ്? മേളിച്ച കൂടിച്ചേർന്ന. എന്താണ്? കൂടിച്ചേർന്ന. വാടി. എന്താണ് വാടി? വാടി എന്ന് പറഞ്ഞാൽ തോട്ടമാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വാടി എന്ന് പറഞ്ഞാൽ തോട്ടമാണ് എന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? വാടി എന്താ മക്കളെ? തോട്ടമാണെന്നും കൂടി ഓർത്തു വെക്കുക. വായിച്ച. വായിച്ച. ബബിത എന്താണ് മനോഹരം? ചെക്ക് ചെയ്യൂ മിസ്. എന്ത് പറ്റിയടാ? ഭംഗിയുള്ളത് അല്ലെ. മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു. ഓക്കെ ആണോ? വായിച്ച എന്ത്? വർദ്ധിച്ച. വായിച്ച എന്താണ്? വർദ്ധിച്ച. വിചിത്രം. എന്താണ്? പല നിറം എന്ന അർത്ഥമുണ്ട് കേട്ടോ. അത്ഭുതകരം ഉണ്ട്, മനോഹരം നമുക്കറിയാം. അത്ഭുതകരം നമുക്കറിയാം, പല നിറം അതുപോലെ തന്നെ മനോഹരം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ഏതാണ്? എവിടെയോ സ്റ്റിൽ. മക്കളെ ഒന്ന് ശ്രദ്ധിക്കുക, എനിക്ക് തെറ്റുപറ്റിയതാണ്. ഞാൻ വായിക്കുമ്പോൾ സ്ലിപ്പായി പോയതാണ്. കാരണം ഭയങ്കര ബ്ലറാണ്, അടുത്ത് നിന്ന് നോക്കിയാൽ മാത്രമേ കാണുന്നുള്ളൂ. മനോരമമാണ് കേട്ടോ. മനോരമമാണ് എന്ത്? ഭംഗിയുള്ളത് കേട്ടോ. മനോരമമാണ് ഭംഗിയുള്ളത് എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, മനോരമമാണ്, മനോഹരമല്ല, മനോരമമാണ് ഭംഗിയുള്ളത് എന്ന് ഓർത്തു വെക്കുക. ഞാൻ സോറി, എന്റെ വായിൽ നിന്ന് വന്ന തെറ്റ് ഞാൻ ക്ഷമിക്കുന്നു. വിചിത്രം എന്താ മക്കളെ? വിചിത്രം, അതാണ് പല നിറം, മനോഹരം, അത്ഭുതകരം എന്ന് പറയുന്നത്. ഷാക്കി. എന്താണ് ഷാക്കി? ഷാക്കി എന്താണ്? ഷാക്കി എന്താണ്? അത് വൃക്ഷമാണ് അല്ലെ. വെലവു. വെലവു അല്ലെ, ജയിക്കുന്നു. എന്താണ്?
വെലുവു എന്നല്ലേ പറയാ, അതന്നെയാണ് എന്താണ് ജയിക്കുന്നു അല്ലെ. ഏതാണ് വെലുവു, എന്താണ് ജയിക്കുന്നു. നമ്മൾ LPP പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുന്നു? അടിപൊളിയായിട്ട് വെലുവു ചെയ്യുന്നു അല്ലേ, അല്ലേ, ജയിക്കുന്നു എന്നല്ലേ. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓക്കെ. അടുത്ത മുരളി കണ്ട കഥകളി എന്നൊരു പാഠത്തിലാണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കുക, ആ ഭാഗം കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു എക്സാമിന്. അപ്പൊ എന്ത് ചെയ്യാ? അനവധി എന്താണ്? അനവധി എന്താ മക്കളെ? അനവധി എന്താണ്? അനവധി എന്താണ്? ധാരാളം അല്ലെങ്കിൽ എണ്ണമറ്റ. അനവധി എന്താണ്? ധാരാളം അല്ലെങ്കിൽ എണ്ണമറ്റ. എന്താണ്? ധാരാളം അല്ലെങ്കിൽ എണ്ണമറ്റ എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. then ഉത്തരീയം എന്താണ്? ഉത്തരീയം എന്ന് പറഞ്ഞാൽ മേൽമുണ്ടാണ്. എന്താണ്? മേൽമുണ്ടാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ഗായകൻ നമുക്കറിയാം പാട്ടുകാരനാണെന്ന്. ചെഞ്ചുണ്ട് എന്താണ്? ചെമന്ന ചുണ്ട് അല്ലെ. തത്തമ്മയുടെ ചെഞ്ചുണ്ട് എന്നൊക്കെ പറയില്ലേ, എന്താണ്? ചെമന്ന ചുണ്ട്. അത് ചുമന്ന എന്നൊക്കെ നമ്മൾ പറയും. ഇതിൽ കൊടുത്തിരിക്കുന്നത് ചെമന്ന ചുണ്ട് എന്നാണ് പറഞ്ഞത്. ചെങ്കുപ്പായം ഏതാണ്? ചുമന്ന കുപ്പായം. ചെങ്കുപ്പായം എന്താണ്? ചെമന്ന കുപ്പായം എന്നും കൂടി മക്കൾ മനസ്സിലാക്കി വെക്കുക. രംഗമണ്ഡപം എന്താണ്? നമുക്കറിയാം വേദിയാണെന്ന് അല്ലെ. കലാപരിപാടിയിൽ അരങ്ങേറുന്ന സ്ഥലമാണ് രംഗമണ്ഡലം എന്ന് ഓർത്തു വെക്കുക. ഓക്കെ ആണോ? വന്ദിക്കുക എന്താണ്? വന്ദിക്കുക കഴിഞ്ഞു കേട്ടോ, കുറച്ചേ ഉള്ളൂ ഇനി. വന്ദിക്കുക എന്താണ്? നമസ്കരിക്കുക. എന്താണ്? വന്ദിക്കുക, നമസ്കരിക്കുക. എന്താണ്? വന്ദിക്കുക, എന്താണ്? നമസ്കരിക്കുക എന്നും കൂടി ഓർത്തു വെക്കുക. ചമന്ന അല്ലെങ്കിൽ ചമപ്പ് എന്നൊക്കെയാണ് പറയാറ് കേട്ടോ. സ്തുതി, ഗുണകീർത്തനം. സ്തുതിക്കുക പറഞ്ഞാൽ നമ്മൾ കീർത്തനം, ഗുണകീർത്തനം എന്നും കൂടി ഓർത്തു വെക്കുക. വിഖ്യാതമായത് അല്ലെ, നമ്മൾ വിഖ്യാതമായത് എന്താണ്? പ്രസിദ്ധം. വിഖ്യാതം എന്താണ്? പ്രസിദ്ധമാണ്, വിശ്വവിഖ്യാതമാണ്, ലോക പ്രസിദ്ധം എന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? സെറ്റ് ആണോ മക്കള്? കുറച്ചേ ഉള്ളൂ കേട്ടോ. അമ്പിളി എന്താണ്? അമ്പിളി ഇതിൽ നമുക്ക് ഒന്നോ അർത്ഥങ്ങൾ വരും. ഓക്കെ, അല്ലെങ്കിൽ ഈ ഭാഗങ്ങൾ പഠിച്ചുള്ള ഗുണങ്ങൾ ഞാൻ പറഞ്ഞു. അർത്ഥങ്ങൾ വരും, അർത്ഥ വ്യത്യാസങ്ങൾ വരും, പിന്നെ നാനാർത്ഥങ്ങൾ വരും, പദപരിചയം വരും, പര്യായങ്ങൾ വരും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും. നമുക്കറിയാം, PSC ഇടുന്നവർക്ക് അറിയാം, നമ്മൾ ഏകദേശം കുറേ സെന്റേഴ്സ് കുറേ പേരിൽ റാങ്ക് ഫയൽസ് ഒക്കെ ഇറക്കുന്നത്. ചിലപ്പോൾ അവരൊന്ന് മാറ്റിപ്പിടിക്കും. ആ മാറ്റിപ്പിടിക്കുന്നത് തന്നെയാണ് എന്ത്? ഈ കഴിഞ്ഞ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം അല്ലെ. നമുക്ക് ഒരു മാർക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കയ്യിൽ അറിഞ്ഞുകൊണ്ട്, നമ്മൾ പഠിക്കാത്തത് കൊണ്ട് നമ്മളുടെ കയ്യിൽ മിസ്സാവാൻ പാടില്ല. എല്ലാ ഭാഗങ്ങളും നമ്മൾ എന്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് തന്നെ കൊടുത്തു വെച്ചില്ല. എന്താ ഇതൊക്കെ കൂടെ പഠിച്ചു പോകുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്കെല്ലാം വിശ്വവിഖ്യാതമായി മൂക്ക്, നമുക്കെല്ലാം നമുക്ക് ടൈറ്റ് ആണ്, നമുക്കറിയാം. വേറെ നിവർത്തി ഇല്ലാത്തത് കൊണ്ടാണ് മക്കൾ. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ ആണോ? സെറ്റ് ആണോ ഗ്രീഷ്മ? എന്തോട്ട് കമന്റ് അടിച്ച് നോക്കാം കേട്ടോ നമുക്ക്. ഏതാണ്? ഓക്കെ അല്ലെ മക്കളെ? ഇന്നൊരു ഇമോജി ഇട്ടേ, എന്നൊന്ന് ഹാപ്പി ആക്കിക്കേ, ഒന്ന് ലൈക്കും കമന്റ് ഒക്കെ ഇട്ടേ. ഈ പിള്ളേരോട് എന്നും ഞാൻ പറയണം. ഓക്കെ, then അമ്പിളി നമുക്കറിയാം ചന്ദ്രനാണ് അല്ലെ. അമ്പിളി ഷിനി മോളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിലും ഷിനി പഠിച്ചല്ലോ, വളരെ സന്തോഷമാണ് ഷിനി കേട്ടോ. ഏറുക എന്താണ്? കയറുക. ഏറുക, കയറുക. കൊണ്ടൽ നമുക്കറിയാം മേഘമാണെന്ന് അറിയാം. കൊണ്ടൽ എന്താണ്? മേഘം. കൊഞ്ചുക. കൊഞ്ചുക എന്താണ്? കൊഞ്ചുക എന്താണ്? ഓമനത്തം തോന്നുമാറ് പെരുമാറുക അല്ലെ. അവ്യക്തത മധുരമായി ശബ്ദിക്കുക. ഇതൊക്കെ എന്താണ്? കൊഞ്ചുക. ഷിനി പറഞ്ഞു, ഞാൻ മകളെ 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചു എന്ന്. ഞാനിപ്പോ ആരെയാ പഠിപ്പിക്കുന്ന ഓർത്ത് ആലോചിച്ചാണ്. ഞാൻ ആരെയാ പഠിപ്പിക്കുന്നത്? ഈ 4ാം ക്ലാസ് ചാപ്റ്റർ ഞാൻ ഇപ്പൊ ആരെയാ പഠിപ്പിക്കുന്നത്? ഒന്ന് ജസ്റ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ച് നോക്കിക്കേ. ഓക്കെ ആണോ? ഇപ്പോഴാണ് നിങ്ങൾക്ക് ബുദ്ധിയും ബോധമൊക്കെ വന്നത് അല്ലെ. കൊണ്ടൽ എന്താണ്? മേഘം അല്ലെ. കൗതുകം എന്താണ്? കൗതുകം താല്പര്യമാണ് അല്ലെ. കൗതുകം എന്താണ്? താല്പര്യമാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. തുല്ലു ചൊല്ലുക എന്താണ്? തുല്ലു ചൊല്ലുക എന്താണ്? കളിയിൽ തടസ്സം പറയുക. എന്താണ്? കളിയിൽ തടസ്സം പറയുക. പാര് നമുക്കറിയാം എന്താണ്? പാര് എന്താണ്? പാര് ലോകമാണെന്ന്
മനസ്സിലായി? ഓക്കെ ആണോ? ഇപ്പോഴാണ് എല്ലാവർക്കും ബോധം വന്നത് അല്ലെ? 4ാം ക്ലാസ്സിൽ അവര് പഠിപ്പിച്ചു മക്കളെ. ഇന്ന് ഞാൻ ഇവിടെ നിന്നിട്ട് നിങ്ങളെയൊക്കെ പഠിപ്പിക്കുകയാണ്. പാര് ലോകം അല്ലെ? പാര് നമ്മൾ തുല്ല് പറയുക എന്നാലും കളി തടസ്സം പറയുന്നത്. പൂനിലാവ് മനോഹരമായ നിലാവ്. എന്താണ് പൂനിലാവ്? മനോഹരമായ നിലാവ്. വിണ്ണ് നമുക്കറിയാം എന്താണ്? ആകാശമാണെന്നും കൂടി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? അടുത്ത് അബ്ദം ആണ്ട് അല്ലെ? അല്ലെങ്കിൽ കൊല്ലം. അബ്ദം എന്താണ്? ആണ്ട് അല്ലെങ്കിൽ കൊല്ലമാണെന്നും കൂടി മനസ്സിലാക്കി. ഉത്തുംഗം എന്താണ്? ഉത്തുംഗം എന്താണ്? അങ്ങനെ തന്നെ വേണം ദേവിപ്രിയ. എന്റെ മോൻ ചോദിക്കുക അയ്യേ ഇതൊക്കെ എപ്പോഴാണോ പഠിക്കുന്നത്? ആ മോന് എന്റെ വക ഒരു ഉമ്മയൊക്കെ കൊടുക്കട്ടെ. വളരെ നല്ല ചോദ്യമാണ് മോന്റെ ഭാഗത്ത് നിന്ന് വന്നത്. അവനക്ക് പോലും മനസ്സിലായി. അബ്ദം എന്താണ്? കൊല്ലമാണെന്ന് അല്ലെ? കൊല്ലമാണെന്ന് മനസ്സിലായി അല്ലെ? കക്ഷ്യ എന്താണ്? തട്ടാണ് കേട്ടോ. ഉത്തുംഗം ഉയർന്നത് അല്ലെ? ദണ്ട് എന്താണ്? ദണ്ട് വടിയാണ്. കുഗ്രാമം എന്താണ്? പരിഷ്കാരം തീരെയില്ലാത്ത നാട്ടിൻപുറം. ഏതാണ്? പരിഷ്കാരം തീരെയില്ലാത്ത ഒരു നാട്ടിൻപുറമാണ് എന്ത്? കുഗ്രാമം എന്ന്. ദണ്ട് എന്താണ്? വടിയാണ്. ധാര ധര എന്താണ്? ധര ചോദിക്കും. ധര എന്താണ്? ധര എന്താ മക്കളെ? ധര എന്താണ്? കമന്റ് ചെയ്തേ. ധാരയല്ലേ തട്ട്? അല്ലെങ്കിൽ സോറി അല്ലെ? ധാരയല്ലേ ഒഴുക്ക്? ധര എന്താണ്? ധര ഭൂമിയല്ലേ? ദരിദ്രക്ക് എന്താണ്? ഭൂമിയാണ് അല്ലെ? പ്രതിധ്വനി എന്താണ്? പ്രതിധ്വനി എന്താണ്? അത് മാറ്റോലി എന്ന്. ശബ്ദം എവിടെയെങ്കിലും തിരിച്ചു കേൾക്കുന്നത് അല്ലെങ്കിൽ മുഴക്കമാണെന്നും കൂടി പ്രതിധ്വനി എന്ന് മനസ്സിലായി. പ്രാന്തം എന്താണ്? അതിർത്തിയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രാന്തം എന്താണ്? അന്ന് മര്യാദയ്ക്ക് പഠിക്കാത്തത് കൊണ്ടല്ലേ ഇന്ന് നമ്മൾ PSC പഠിക്കുന്നത് അല്ലേ? ആരാ കമന്റ് ഇട്ടത്? കാഞ്ചന അല്ലേ? പ്രാന്തം എന്താണ്? അതിർത്തിയാണ് കേട്ടോ. പ്രാന്തം എന്താണ്? അതിർത്തിയാണ്. പൂങ്കാവനം വളരെ ഭംഗിയുള്ള അല്ലെ? പൂന്തോട്ടം അല്ലെ? പൂങ്കാവനം എന്താണ്? പൂന്തോട്ടം എന്നും കൂടി മക്കൾ മനസ്സിലാക്കി വെക്കുക. പൂങ്കാവനം എന്താണ്? പൂന്തോട്ടമാണ് കേട്ടോ. then ഭൗമം ഭൂമിയെ സംബന്ധിച്ച്. ഭൗമം എന്താണ്? ഭൂമിയെ സംബന്ധിച്ച്. ഭൗമം എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. ഭൂമിയെ സംബന്ധിച്ചത് എന്താണ്? ഭൗമമാണെന്ന് ചോദിക്കും. എന്താണ് ഭൂമിയെ സംബന്ധിച്ചത്? ഭൗമം. ഏതാണ്? മുരട് മരത്തിന്റെ ചുവട്. മുരട് എന്താണ്? മരത്തിന്റെ ചുവട് എന്നും കൂടി ഓർത്തു വെക്കുക. വിരളം നമുക്കറിയാം അപൂർവം എന്ന് അല്ലെ? വിശ്വവിഖ്യാതം നമ്മൾ പറഞ്ഞു ലോകപ്രസിദ്ധമായത് അല്ലെ? ഭ്രാന്ത വരാന്ത അല്ലെ? ഭ്രാന്ത എന്താണ്? ചിലപ്പോ വരാന്ത എന്ന് പറഞ്ഞ് ചോദിച്ചാൽ നമുക്ക് വരാന്തയാണെന്നും കൂടി മക്കള് മനസ്സിലാക്കി വെക്കുക. ശയ്യ കിടക്ക. എന്താണ്? രാത്രി നമ്മൾ ഇനി കിടക്ക എന്ന് പറയണ്ട, ശയ്യ വിരിക്ക എന്നും കൂടി പറയുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പഠിച്ചു പോകും ട്ടോ. then ശൃംഗം എന്താണ്? കൊടുമുടി അല്ലെ? ഏതാണ്? ശൃംഗം എന്താണ്? കൊടുമുടിയാണ്. എന്താണ്? ശൃംഗം എന്താണ്? കൊടുമുടിയാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. മുകളറ്റം അല്ലെങ്കിൽ കൊടുമുടി ട്ടോ. സ്മരണ നമുക്കറിയാം ഓർമ്മയാണ് അല്ലെ? then കഴിഞ്ഞു ട്ടോ, കുറച്ചേ ഉള്ളൂ. വള്ളി നമുക്കറിയാം വള്ളിയാണ്. ചെമ്മ എന്താണ്? ചെമ്മ എന്താ മക്കളെ? ചെമ്മ എന്താണ്? ചെമ്മ ഭംഗിയായി. എന്താണ്? ഭംഗിയായി. എന്താണ്? ചെമ്മ എന്താണ്? വളരെ ഭംഗിയായി എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. മാഴ്ക്കുക. എന്തിനാ നീ ഇങ്ങനെ മാഴ്ക്കുന്നത് ചോദിക്കട്ടോ. ദുഃഖിക്കുകയാണ്. നമ്മൾ ഇനി എല്ലാവരും ദുഃഖിക്കുക എന്ന് പറയണ്ട, പരീക്ഷയ്ക്ക് വേണ്ടി ടെൻഷൻ ആണെന്നൊക്കെ പറയാം. എന്തിനാ നിങ്ങൾ ഇങ്ങനെ മാഴ്ക്കുക എന്നും കൂടി പഠിച്ചാൽ മതി. എന്താണ് മാഴ്ക്കുക എന്ന് പറയുന്നത്? ദുഃഖിക്കുക എന്നാണ് അർത്ഥം ട്ടോ. അന്ത്യവിശ്രമം എന്താണ്? അവസാന വിശ്രമം. അത് നമുക്ക് അറിയുന്ന കാര്യം അല്ലെ? മരണശേഷമുള്ളത് അല്ലെ? ഒളിപ്പാർക്കുക നമുക്കറിയാം ഒളിച്ചു താമസിക്കുക എന്ന്. കോളി എന്താണ്? കോളി എന്താണ്? കോളി PSCക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ് കോളി എന്ന് ചോദിച്ചിട്ടുണ്ട് ട്ടോ. ഒരു അസിസ്റ്റന്റ് ഏതൊരു എക്സാം ആയിരുന്നു. കോളി ഏതാണ്? ഒരു തരം ഇത്തിൽ അല്ലെങ്കിൽ ലന്തമരമാണ് കോളി. എന്താണ്? ഒരു തരം ഇത്തിൽ എന്ന്
ലന്തം. ചാരൻ എന്താണ്? ഒറ്റുകാരൻ. നമുക്കറിയാം. താവളം എന്താണ്? പട്ടാളക്കാരും മറ്റും യുദ്ധത്താവളം അല്ലെ, സങ്കേതം എന്നാണ് താവളം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അചഞ്ചലം എന്താണ്? അചഞ്ചലം എന്താണ്? അചഞ്ചലം ഇളക്കമില്ലാത്ത. അചഞ്ചലം ഇളക്കമില്ലാത്ത. അപ്പോ ആത്മധൈര്യം എന്താണ്? സ്വന്തം ധൈര്യമാണ്. ആത്മധൈര്യം എന്താണ്? സ്വന്തം ധൈര്യമാണ്. നിർഭാഗ്യം എന്താ മക്കളെ? നിർഭാഗ്യം എന്താണ്? നിർഭാഗ്യം എന്താണ്? ഭാഗ്യമില്ലാത്ത അല്ലെ. തൃപ്തി മതി എന്നുള്ള അവസ്ഥ. തൃപ്തി എന്താണ്? മതി എന്നുള്ള അവസ്ഥയാണ് തൃപ്തി എന്ന് മനസ്സിലാക്കി വെക്കുക. മാന്ത്രികൻ ഇന്ദ്രജാലക്കാരൻ എന്താണ്? മാന്ത്രികൻ ഇന്ദ്രജാലക്കാരൻ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. യശസ് എന്താണ്? കീർത്തിയാണ് കേട്ടോ. യശസ് എന്താണ്? കീർത്തി എന്നാണ് കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ എന്താണ്? കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിതയാണ്. ഈ ഒരു കവിത വന്നു കഴിഞ്ഞാൽ ആരാണെന്നും കൂടി ഓർത്ത് വെക്കുക. കുഞ്ഞുണ്ണി മാഷാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ അഖിലം എന്താണ്? അഖിലം പറഞ്ഞാൽ എല്ലാം അല്ലെ. അഖിലം എന്താണ്? എല്ലാം അല്ലേ. അഖിലം എന്താണ്? എല്ലാമാണെന്ന് കൂടി മനസ്സിലാക്കി. അഭിനവം ഏറ്റവും പുതിയത്. അഭിനവം ഏതാണ്? ഏറ്റവും പുതിയതാണ്. അനുവേലം എന്താണ്? എപ്പോഴും അല്ലെ. ഞാൻ പറഞ്ഞ കാര്യമാണ് കൂടെ കൂടെ അല്ലെ. ഏതാണ്? അനുവേലം എപ്പോഴും അല്ലെങ്കിൽ കൂടെ കൂടെ എന്നും കൂടി ഓർത്തു വെക്കുക. ഞാൻ അനുവേലം നിങ്ങളോട് എന്ത് പറയില്ല? കമന്റ് അടിക്കൂ, ലൈക്ക് അടിക്കൂ എന്ന് പറയരുത്. ഓക്കെ ആണോ? 264 പേരുണ്ട്. ഞാൻ ഇത്രയും സന്തോഷമുള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ അസൂയപ്പെട്ട അവർക്കും എഴുതാൻ പറ്റുമോ? കോമ്പറ്റീഷൻ കൂടുകയല്ലേ, ഞങ്ങളുടെ കാര്യം എന്താകും ഒന്ന് ചിന്തിക്കണ്ട. ലൈക്കും കമന്റും ഇട്ടോളൂ. നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി ഉറപ്പാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇത്തിരി കുശുമ്പൊക്കെ കേറി വന്നിട്ടുണ്ട് അല്ലേ? അയ്യോ അവരും കോമ്പറ്റീഷൻ അല്ലേ എന്നൊക്കെ കമന്റ് ഞാൻ കണ്ടു. സാരല്ല, പോട്ടെ, അവരും രക്ഷപ്പെട്ടോടെ കേട്ടോ. എടാ മക്കളെ, ലൈക്കും കമന്റ് ഒക്കെ അടിച്ചേ. എനിക്കറിയാം നിങ്ങളെ പറ്റി, ഓരോരുത്തരെ പറ്റി എനിക്കറിയാം കേട്ടോ. ഓക്കെ. അഴകുറ്റ എന്താ മക്കളെ? അഴകുറ്റ ഭംഗിയുള്ള എന്താണ്? ഏതാണ്? അഴകുറ്റ ഭംഗിയുള്ള. ആത്മബോധം എന്താണ്? എനിക്കിപ്പോ വളരെ ആത്മബോധമാണ്. എന്താണ്? വർദ്ധിച്ച സന്തോഷമാണ് അല്ലെ. ഏതാണ്? വർദ്ധിച്ച സന്തോഷമാണ് എനിക്കിപ്പോ വളരെ എന്താണ്? അനുവേലവും ഉണ്ട്, അതുപോലെ ആത്മബോധവും കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ ആണോ? സെറ്റ് ആണോ? വരികൾ വായിക്കണോ? വരികൾ കുഞ്ഞുണ്ണി മാഷ്ടം വരുന്ന PDF തരുമ്പോ കിട്ടും കേട്ടോ. എക്സാം ഒരു മാസം കൂടി നീട്ടിയാൽ മതിയായിരുന്നു. എത്ര മാസം നീട്ടിയാലും നിങ്ങൾ തന്നെ നിങ്ങളുടെ ടെൻഷൻ എനിക്കറിയാം. ആത്മബോധം എന്താണ്? വർദ്ധിച്ച സന്തോഷം. ആഴിവീചി സമുദ്രത്തിലെ തിരമാല. ഓക്കെ. ആഴിവീചി സമുദ്രത്തിലെ തിരമാല. ഉപാസ്യർ എന്താണ്? ഭജിക്കുന്നവർ. ഉപാസ്യർ എന്താണ്? ഭജിക്കുന്നവർ. എന്താണ്? കത്രിക. കത്തിരി എന്താണ്? കത്തിരി പറഞ്ഞാൽ കത്രികയാണെന്ന് മനസ്സിലാക്കി. കസർത്ത് വ്യായാമം. കസർത്ത് ചെയ്യുക പറഞ്ഞാൽ വ്യായാമം ചെയ്യുക. ഓക്കെ. കളിത്തോപ്പ് എന്താണ്? കളിസ്ഥലം അല്ലെ. കളിത്തോപ്പ് കളിസ്ഥലം. കേളീകദംബം എന്താണ്? കേളീകദംബം എന്താണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പൊടിക്കടമ്പ് വൃക്ഷമാണെന്ന് കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? അഖില തലയിൽ കൈവച്ചു. എന്തിനാണെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല അഖില. ചാരു മനോഹരമാണ്. ചാരു എന്താണ്? മനോഹരമാണെന്ന് ഓർത്തു വെക്കുക. തവ നിന്റെ. തവയാണ്, ദോഷത്തവയല്ല. തവ എന്ന് പറഞ്ഞാൽ നിന്റെയാണെന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? then കോകിലം നമുക്കറിയാം അല്ലെ. കുയിലാണ്. പീഠം കോകിലൊക്കെ എന്താണ്? കുയിലാണ്. തുണ്ട് കഷണമാണെന്നും കൂടി ഓർത്തു വെക്കുക. തുണ്ട് കഷണം അല്ലെ. പരശതം എന്താണ്? പരശതം എന്താണ്? പരശതം എന്താണ്? 100-ൽ പരം അല്ലെങ്കിൽ 100-ലധികം. എന്താണ് പരശതം? 100-ൽ പരം അല്ലെങ്കിൽ 100-ലധികം. പരിചേലും എന്താണ്? ഭംഗിയുള്ള. പരിചേലും എന്താണ് മക്കളെ? ഞാൻ തലയിൽ കൈവച്ചപ്പോ അവർക്ക് അപേക്ഷ അയക്കാൻ പറ്റിയെന്ന് പറഞ്ഞ് നീ ഒത്തിരി കുനിഷ്ടും കുന്നായും ആണെന്ന് വിചാരിച്ചുട്ടാ. അല്ല ട്ടാ, സോറി. പരിചയം എന്താണ്? ഭംഗിയുള്ള അല്ലെ. പാദോപതനം. പതാനം ആണ്.
ദാനം എന്താണ്? പാദത്തിൽ വയ്ക്കുന്ന തലയാണയാണ് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് കേട്ടോ. എനിക്കാണെങ്കിൽ പ്രാരാരാധ എന്നാണ് ദിലീപ് വായിക്കുന്ന പോലെ മലയാളം എനിക്ക് അത്ര പിടുത്തമില്ല. അത് ഇംഗ്ലീഷ് ആണ്, ഞാൻ എങ്ങനെ വേണമെങ്കിലും വായിക്കും. ഓക്കെ, പാരോപ ദാനം എന്താണ്? പാദത്തിൽ വയ്ക്കുന്ന തലയണയാണ്. പാർശ്വയുഗ്മം എന്താണ്? 2 വശങ്ങൾ. പാർശ്വയുഗ്മം 2 വർഷങ്ങളാണെന്ന് കൂട്ടി ഓർക്കുക. പ്രതിഭാ പ്രഭാവം എന്താണ്? ബുദ്ധിയുടെ, തീർച്ചയായിട്ടും ചോദിക്കും ട്ടോ. ആരാ പറഞ്ഞ ചോദിക്കില്ല എന്ന്? ഇതൊക്കെ ചോദിക്കും. ഒരു മാർക്ക് പോലും നമ്മുടെ കയ്യിൽ നിന്ന് പോണ്ടാന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. Then പ്രതിഭാ പ്രഭാവം എന്താണ്? ബുദ്ധിയുടെ മഹിമ. മഞ്ജിമ നമുക്കറിയാം മനോഹരിതയാണ് ട്ടോ. മതിമാൻ, ബുദ്ധിമാൻ. മതിമാൻ ആരാണ്? ബുദ്ധിമാനാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. മഹീതാപ എന്താണ്? വർദ്ധിച്ച ശോഭം. മഹീതാപ എന്താണ്? വർദ്ധിച്ച ശോഭമാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. മുഖരം. മുഖരം എന്താണ്? വലിയ ശബ്ദം. മുഖരം എന്താണ്? വലിയ ശബ്ദമാണെന്നും കൂടി ഓർത്തു വെക്കുക. വാടി എന്താണ്? വാടി. വാടി എന്താണ്? ഉദ്യാനം. വാടി എന്താണ്? ഉദ്യാനമാണ്. വിമലം, പരിശുദ്ധമായത്. വിമലം എന്താണ്? പരിശുദ്ധമായത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. സദനം എന്താണ്? നമ്മളെ വീട് എന്നും കൂടി ഓർത്തു. സദനം എന്താണ്? വീടാണ്. പിന്നെ സ്വച്ഛാബ്ദി, ശാന്തമായ സമുദ്രമാണ്. എന്താണ്? സ്വച്ഛാബ്ദി എന്താണ്? ശാന്തമായ സമുദ്രം. ഔപചാരികം എന്താണ്? മര്യാദ പ്രകാരം, അല്ലെ? ഉപചാരപൂർവം എന്ന് മനസ്സിലാക്കുക. അജ്ഞാതം എന്താണ്? അറിയാത്തത്. അജ്ഞാതം എന്താണ് മക്കളെ? അറിയാത്തതാണ് എന്ന് ഓർത്തു വെക്കുക. അനന്തം നമുക്കറിയാം അല്ലെ? അവസാനമില്ലാത്തത്, അല്ലെ? അനന്തം എന്താണ്? അവസാനമില്ലാത്തത് എന്നും കൂടി മനസ്സിലാക്കുക. അസുലഭം എന്താണ്? എളുപ്പത്തിൽ കിട്ടാത്ത അല്ലെങ്കിൽ അപൂർവമായ. അസുലഭം എന്താണ്? എളുപ്പത്തിൽ കിട്ടാത്ത അല്ലെങ്കിൽ അപൂർവമായ. വിഹായസ് എന്താണ്? വിഹായസ് ആകാശമാണ്. വിഹായസ് എന്താണ്? ആകാശമാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. മുഖാമുഖം. മുഖാമുഖം, മുഖത്തോട് മുഖമായി നേരിട്ട്. എന്താണ്? മുഖത്തോട് മുഖമായി നേരിട്ട് എന്നും കൂടി ഓർത്തു വെക്കുക. ദൗത്യം എന്താണ്? ഉദ്യമം. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദൗത്യം ചോദിച്ചിട്ടുണ്ട്. ദൗത്യം എന്താണ്? ഉദ്യമം. ഇതൊന്നും നമ്മുടെ റാങ്ക് ഫയലൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ റാങ്ക് ഫയൽ നോക്കി പഠിക്കുക, അല്ലെങ്കിൽ വേറെ എവിടെ നോക്കി പഠിക്കാന്ന് രക്ഷയില്ല. സമഗ്രയിൽ പഠിക്കുന്ന സ്കൂൾ ബുക്കിൽ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താണ്? ദൗത്യം എന്താണ്? ഉദ്യമമാണെന്ന് കൂടി ഓർത്തു വെക്കുക കേട്ടോ. ചുമതല. ചുമതല എന്താണ്? ചുമതല എന്താ മക്കളെ? ഉത്തരവാദിത്തം. എന്താണ്? ചുമതല, ഉത്തരവാദിത്തം. ഇതെന്താ സ്ക്രീന് പോവാത്തത്? ഹരിയോ അമലോ ഒന്ന് സ്റ്റുഡിയോയിലേക്ക് വരിക കേട്ടോ. ചുമതല എന്താണ്? ഉത്തരവാദിത്തം. ഗർജനം എന്താണ്? അലർച്ച, അല്ലെ? ഗർജനം എന്താണ്? അലർച്ചയാണ്. ഓക്കെ. അത്യന്ത വിരളമായ, വളരെ അപൂർവമായ. എന്താണ്? അത്യന്ത വിരളമായ എന്ത് പറയുക? വളരെ അപൂർവമായ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. വിശാലം. വിശാലം വലുപ്പം അല്ലെങ്കിൽ വിസ്താരം. വിശാലം എന്താണ്? വലുപ്പം അല്ലെങ്കിൽ വിസ്താരം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. ചെറിയൊരു എററാണ്, ഒന്ന് ക്ഷമിക്കുക മക്കളെ. സന്തോഷം എന്താടാ? ഇവിടെ വിശാലം വലുപ്പം അല്ലെങ്കിൽ വിസ്താരം എന്നും കൂടി ഓർത്തു വെക്കുക. അസഹ്യം, സഹിക്കാനാവാത്തത്. എന്താണ്? അസഹ്യം എന്താണ്? സഹിക്കാനാവാത്തത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അസഹ്യം എന്താ മക്കളെ? സഹിക്കാനാവാത്തത് എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ.
ഏകാന്ത ബോധം, ഒറ്റയ്ക്കായെന്ന ബോധം അല്ലെ, ഒറ്റയ്ക്കാണെന്ന ബോധമാണ് ഏകാന്ത ബോധം എന്ന് ഓർത്തു വെക്കുക. പുഞ്ചം എന്താണ്? കൂട്ടം അല്ലെ, പുഞ്ചം എന്ത് പറയും? കൂട്ടം. സനാത, നാഥനുള്ള. സനാത എന്താണ്? നാഥനുള്ള. ആദി, ആദ്യത്തെ അല്ലെങ്കിൽ ഒന്നാമത്തെ. ആദി എന്താണ്? ആദ്യത്തെ അല്ലെങ്കിൽ ഒന്നാമത്തെ. തിരുമിഴി എന്താണ്? രാജാവിന്റെയോ ദേവന്റെയോ നേത്രമാണ്. തിരുമിഴി എന്താണ്? രാജാവിന്റെയോ ദേവന്റെയോ നേത്രമാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. അക്ഷയപാത്രം എന്താണ്? സൂര്യൻ പാണ്ഡവർക്ക് സമ്മാനിച്ച പാത്രമാണവേ എന്ത്? അക്ഷയപാത്രം. അതിൽ വിഭവങ്ങൾ ഒരിക്കലും ഒഴിയാറില്ല അല്ലെ, വിഭവങ്ങൾ ഒരിക്കലും ഒഴിയാറില്ല. വിശ്വം നമുക്കറിയാം, ലോകമാണ്, പ്രപഞ്ചമാണ് അറിയാലേ. ഐശ്വര്യം ട്ടോ, ഐശ്വര്യം എന്നല്ലേ ഇത് പറയാ? യോഗി സിദ്ധികൾ കൊണ്ട് ലഭിക്കുന്ന 8 അമാനുഷിക, അതൊന്നും ആവശ്യമില്ല കേട്ടോ. നിഷേധം എന്താണ്? വിരോധം, വിലക്ക്. എന്താണ്? നിഷേധം, വിരോധം, വിലക്കാണ്. ആധാരം എന്താണ്? അടിസ്ഥാനം, ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖയാണ് ആധാരം അല്ലെ. ഗ്രീഷ്മ ടെൻഷൻ ആവാതെ മസ്റ്റ് പഠിക്കാൻ, നമുക്ക് എക്സാമിന്റെ കാര്യം അത് അപ്പൊ നോക്കാം കേട്ടോ. നമുക്ക് ഈ ഡേറ്റ് തന്നെ ഓർത്താൽ മതി. നമുക്കിപ്പോ എന്താ വേണ്ടത്? പഠനം. ആഭരണ ഭ്രമം എന്താണ്? ആഭരണത്തോടുള്ള അമിത താല്പര്യം അല്ലെ. ആഭരണ ഭ്രമം എന്താണ്? ആഭരണത്തോടുള്ള അമിത താല്പര്യം. ഒഴിയാബാധ എന്താണ്? വിട്ടുമാറാത്ത ഉപദ്രവം. ഒഴിയാബാധ എന്താണ്? വിട്ടുമാറാത്ത ഉപദ്രവം. ഞാൻ നിങ്ങൾക്ക് ഒരു വളരെ ഒഴിയാബാധയല്ലേ പരീക്ഷ വരെ, അത് ഓർത്താ മതി. ഒഴിയാബാധയാണ് വിട്ടുമാറാത്ത ഉപദ്രവം ട്ടോ. പിന്നെ താതാത്മ്യപ്പെടുക എന്താണ്? മറ്റൊന്നിനോട് ഐക്യപ്പെടുക. എന്താണ്? ഓക്കെ. ധർമ്മം എന്താണ്? ജോലി, കടമ അല്ലെ. പിണ്ടിപ്പെരുന്നാൾ, വാഴപ്പിണ്ടിയിൽ വിളക്ക് വെച്ച് അലങ്കരിച്ച് ആഘോഷിക്കുന്ന പെരുന്നാൾ ഒന്നും ആവശ്യമില്ല. തൃശ്ശൂർ ഇരിങ്ങാലക്കുട ഭാഗങ്ങളിൽ പ്രധാനം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. എവിടെയാണ് പിണ്ടിപ്പെരുന്നാൾ പ്രധാന വരുന്നത്? അത് തൃശ്ശൂർ ഇരിങ്ങാലക്കുട ഭാഗം എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. പ്രതിബന്ധം തടസ്സമാണ്. മട്ടുപ്പാവ് കെട്ടിടത്തെ മുകൾ ഭാഗത്തുറസായ സ്ഥലമാണ്. മിഥ്യ എന്താണ്? യഥാർത്ഥമല്ലാത്തത് എന്നും കൂടി ഉണ്ട് കേട്ടോ. കുറെ ഉണ്ട് മക്കളെ. ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യാമം, യാമം എന്താണ്? 7 നാഴിക. യാമം എന്താണ്? 7 നാഴിക എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. നെറുകെ, തലയുടെ മദ്യം അല്ലെങ്കിൽ എന്താണ്? ഉച്ചി അല്ലെ. കരുണ, ദയ. പരീക്ഷ വരെ ഞാൻ നിങ്ങൾക്ക് ഒരു കരുണയും തരില്ല, പഠിച്ചോളൂ, ഞാൻ ലൈവ് ഇട്ട് നിങ്ങളെ കൊല്ലും. ഓക്കെ. കശ്മലൻ എന്താണ്? നിന്ദ്യൻ. ചോദിച്ചിട്ടുണ്ട്. കശ്മലൻ എന്താണ്? നിന്ദ്യനാണെന്ന് ചോദിച്ചു. ഉതകുക, ഉപകരിക്കുക. ഏതാണ്? ഉതകുക, ഉപകരിക്കുക. നിർമ്മലം എന്താണ്? പരിശുദ്ധമായത്. എന്താണ്? പരിശുദ്ധമായത് എന്നും കൂടി ഓർക്കുക. തിമിർക്കുക എന്താണ്? സന്തോഷം കൊണ്ട് ചാടിക്കളിക്കുക അല്ലെ. മന്ദമണിഞ്ഞു എന്താണ്? മെല്ലെ വന്നു ട്ടോ. മന്ദമണിഞ്ഞു, മെല്ലെ വന്നു. ചേതോഹരം എന്താണ്? മനസ്സിനെ അപഹരിക്കുന്ന അല്ലെങ്കിൽ സൗന്ദര്യമുള്ളത്. അതിലോലം വളരെ മൃദുവായത്. എന്റെ സൗണ്ടും എന്റെ സ്വഭാവം ഒക്കെ എങ്ങനെയാണ്? വളരെ അതിലോലമായത് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. പുളകം എന്താണ്? രോമാഞ്ചം. എന്ന് കേട്ടിട്ട് ആർക്കും LP സൈറ്റ് തുറന്നു കൊടുക്കും പറഞ്ഞപ്പോ എനിക്ക് വളരെ പുളകമാണ് തോന്നിയത്. എന്താണ്? രോമാഞ്ചം. മരതകം എന്താണ്? പച്ച നിറത്തിലുള്ള രത്നം അല്ലെങ്കിൽ എന്താണ്? അത് നവരത്നങ്ങളിൽ ഒന്നാണെന്ന് കൂടി മക്കൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ചിക്കെന്ന് എന്താണ്? പെട്ടെന്നാണ്. ചിക്കെന്ന് വാ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വാ എന്നാണ് അർത്ഥം. വാടി നമുക്കറിയാം ഉദ്യാനമാണ്. വണികയും, വാടിയും വണികയും എന്താണ്? ഉദ്യാനം ട്ടോ. അതുപോലെ മണ്ണ് എന്താണ്? ഭൂമിയാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? കനകം, സ്വർണം. ഉലക, ലോകം. ശുഷ്കിച്ച എന്താണ്? ഉണങ്ങിയ. ഭൃംഗമായ എന്ത്? ഒളിഞ്ഞിരിക്കുന്ന. ഭൃംഗമായ ഒളിഞ്ഞിരിക്കുന്ന. കാമിനി ആരാണ്? ഭാര്യയാണ്. ദുഷ്ടാന്തം, തെളിവ്. തണിയുവോളം, തണുക്കും വരെ. അരചൻ എന്ന് പറയുന്നത് രാജാവാണെന്ന് കൂടി നമുക്ക് എല്ലാം അറിയാം അല്ലെ. അടുത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതോടെ കഴിഞ്ഞു. തേന്മാവ് ആരുടെയാണ്? ചെറുകഥയാണ് ചോദിക്കും. ഏതാണ്?
ഏതാണ് വ്യംഗ്യം? ഞാൻ പറഞ്ഞ വ്യംഗ്യം ഞാൻ പറഞ്ഞല്ലോ, ഒളിഞ്ഞിരിക്കുന്ന വ്യംഗ്യം. പറഞ്ഞില്ലേ, വ്യംഗ്യമായ ഒളിഞ്ഞിരിക്കും. വേഗം എന്ന് പറഞ്ഞ വീട്ടിൽ പറഞ്ഞാണ്, വ്യംഗ്യമാണ് കേട്ടോ. തേന്മാവ് ആരെയാണ്? ബഷീറിന്റെ ചെറുകഥയാണെന്നും കൂടി ഓർത്തു വെക്കുക. കാടിനു കാവൽ ആരെയാണ്? സുഗതകുമാരിയുടെ ലേഖനമാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഭാഗം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലേഖനം, കവിതയൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരെയാണ്? ചെറുകഥയാണോ ഒക്കെ ഓർത്തു വെക്കുക. ഓക്കെ. പുളിമാവ് വെട്ടി ഇടശ്ശേരിയുടെ കവിതയാണ് കേട്ടോ. പുളിമാവ് വെട്ടി ഇടശ്ശേരിയുടെ കവിതയാണെന്നും കൂടി ഓർത്തു വെക്കുക. ആകാശത്തിൽ ഒരു വിടവ് ആരെയാണ്? സി രാധാകൃഷ്ണന്റെ ചെറുകഥയാണ്. ആകാശത്തേക്ക് ഒരു വിടവാണ് സി രാധാകൃഷ്ണന്റെ ചെറുകഥയാണ്. മരത്തെ സ്നേഹിച്ച മനുഷ്യൻ ആരെയാണ്? ജോൺ സി ജേക്കബിന്റെ ലേഖനമാണ്. ഈ ഒരു സെക്ഷൻ ഒന്ന് ഇമ്പോർട്ടന്റ് ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ജോൺ സി ജേക്കബിന്റെ ലേഖനമാണ്. ഞാൻ PDF തരാം. എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓർത്തു വെക്കുക. കഴിഞ്ഞു കേട്ടോ. ഇനി ഒരു 3 സ്ലൈഡേ ഉള്ളൂ. കഴിഞ്ഞു. അതും കഴിഞ്ഞ് നമ്മൾ എന്താ 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും കാണാൻ കഴിഞ്ഞു കേട്ടോ. ഇല ചാർത്ത് എന്താണ്? ഇലകളുടെ കൂട്ടം. എന്താണ്? എടാ ഹരിത, LPUPയുടെ നോട്ടിഫിക്കേഷൻ വീണ്ടും വന്നു. നമ്മൾ പറഞ്ഞല്ലോ, എയിംസ് അതിനു വേണ്ടി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള എല്ലാമായിട്ട് കാത്തിരിപ്പിന് വിരാമമായിട്ട് LPUP എഴുതാൻ അവർക്കെല്ലാം ദൈവം അവസരം കൊടുത്തു. ഓക്കെ. ദെൻ ഇല ചാർത്ത് എന്താണ്? ഇലകളുടെ കൂട്ടം. ഇലവു മരം എന്താണ്? ഒരു തരം വൃക്ഷം അല്ലെങ്കിൽ പഞ്ഞിമരം. ഏകാഗ്രമായ എന്താണ്? ഒരു കാര്യത്തിൽ തന്നെ മനസ്സ് നിർത്തിയവ. കതിർ എന്താണ്? കതിർ എന്താ മക്കളെ? കതിർ രശ്മിയാണ് കേട്ടോ. കരിവാനം എന്താണ്? കറുത്ത ആകാശം. കരിവാനം നമുക്കറിയാം, കറുത്ത ആകാശം. കളഗാനം എന്താണ്? കളഗാനം. മധുരമായ ഗാനത്തിനെ പറയുന്നത് എന്താണ് ചോദിക്കും. കളഗാനമാണ്. എന്താണ്? മധുരമായ ആകാശം. മധുരമായ ശബ്ദം എന്താണ്? അത് കളനാദം. രണ്ടും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതാണ്? ചിന്നും. എന്താണ്? ചിന്നും. ചിന്നു എന്താണ്? ചിന്നുന്ന അല്ലെങ്കിൽ ചിതറുന്ന. താരം നക്ഷത്രമാണ്. തിങ്കൾ നമുക്കറിയാം ചന്ദ്രനാണ്. പരർ എന്താണ്? പരർ മറ്റുള്ളവർ. എന്താണ്? പരർ മറ്റുള്ളവർ എന്നും കൂടി ഓർത്തു. പാലൊളി പാലിന്റെ ശോഭ അല്ലെങ്കിൽ അഴക് കേട്ടോ. മധുബൻ നമുക്കറിയാം വണ്ടാണെന്നും കൂടി അറിയാം അല്ലെ. ഈ ഒരു സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പക്ഷെ ഇത് ഞാൻ ചെറിയൊരു മിസ്റ്റേക്കുകൾ ഉണ്ട്, അതൊന്ന് നോക്കിയിട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, 1-2 ഒന്ന് മാറിപ്പോയിട്ടുണ്ടോ സംശയമുണ്ട്. ഇത് കുഴപ്പമില്ല. കാന്തി എന്താണ്? കാന്തി ഭംഗി ശോഭ. അൻപ് സ്നേഹം ദയ കേട്ടോ. അന്നം ചോറ് ആഹാരമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. കാന്തി എന്താണ്? ഭംഗി ശോഭ. ചതുപ്പ് ചെളുകെട്ടിയ സ്ഥലം. ചൂഴുക ചുറ്റും കാണപ്പെടുക. ചൂഴുക എന്താ മക്കളെ? ചുറ്റും കാണപ്പെടുക എന്നും കൂടി ഓർക്കുക. തക്കം നോക്കുക അവസരം കാത്തിരിക്കുക. തിടമ്പ് നമുക്കറിയാം അല്ലെ. ബിംബം ചോദിച്ചിട്ടുണ്ട്, തിടമ്പാണ്. ദന്തം എന്താണ്? പല്ലാണ്. നിലാവല നിലാവിന്റെ ഓളം. നിലാവല എന്താണ്? നിലാവിന്റെ ഓളമാണ്. നിറഭേദം നിറവ്യത്യാസമില്ലാത്ത. നിറഭേദം എന്താണ്? നിറവ്യത്യാസമില്ലാത്തത് കേട്ടോ. പ്രാരബ്ധം എന്താണ്? പ്രാരബ്ധം എന്താണ്? കഷ്ടപ്പാടാണ്. മണ്ണിൻ എന്താണ്? ഭൂമിയുടെ. മധു തേനാണ്. മുകിൽ എന്താണ്? മുകിൽ എന്താണ്? മുകിൽ മേഘമാണ്. വഴക്കം ആചാരം പൂർവാചാരം. വാടിയാണെങ്കിൽ പൂന്തോട്ടമാണ്. ഈ ഒരു സെക്ഷനിൽ ചെറിയ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സെക്ഷൻ ട്ടോ. ഇത് മാത്രമായിട്ട് ഞാൻ PDF ആയിട്ട് ക്ലിയർ ചെയ്തിട്ട് തരാമേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 3-ാം ക്ലാസ്സിലെയും 4-ാം ക്ലാസ്സിലെയും 5-ാം ക്ലാസ്സിലെയും മലയാളം തീർന്നു കഴിഞ്ഞു. ഓക്കെ ആണോ? സെറ്റാണോ? മലയാളം തീർന്നു കഴിഞ്ഞു. എന്ത് ചെയ്യാ? ലൈക്കും കമന്റ് ഒക്കെ ഇടുക. സെറ്റാണോ ഞാന്? സൂപ്പർ ആണോ ഞാന്? തന്നെത്താൻ എന്നെ ഞാൻ മാത്രമേ എന്നും പുകഴ്ത്താനുള്ളൂ കേട്ടോ.
ഈ ഒരു സെക്ഷൻ ഞാൻ തരാം, അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് PDF ഇട്ട് തരാം കേട്ടോ. എന്താ അറിയാം, അതിൽ 1-2 മാറ്റങ്ങൾ മാറിയിട്ടുണ്ടോ സംശയമുണ്ട്. തെറ്റ് തരണ്ടെന്ന് പറഞ്ഞിട്ട് PDF ആയിട്ട് തരും. ഇനി മുതൽ നമ്മുടെ ലൈവ് സെക്ഷനൊക്കെ തകൃതിയായിട്ട് പോകും. നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്, ഈ ഒരു അവസരത്തിൽ എന്ത് ചെയ്യുക, നന്നായി പഠിക്കുക. എന്നെ ഞാൻ മാത്രമേ എപ്പോഴും പറയുന്നുള്ളൂ, നിങ്ങൾ എന്നെ ഒരുപാട് സഹിക്കുന്നുണ്ടെന്ന് അറിയാം, വേറൊരു നിവൃത്തിയില്ല. സത്യം പറയാ, എന്റെ സ്വഭാവം വളരെ ഇങ്ങനെ തന്നെയാണ്. എല്ലാരും പറയും വെറുതെ ഇങ്ങനെ വള സംസാരിക്കണമെന്ന്. പക്ഷെ എനിക്ക് സംസാരിക്കാണ്ടിരിക്കാൻ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ, വേറൊന്നുമല്ല. എന്നെ സഹിക്കാൻ പറ്റുകയാണെങ്കിൽ സഹിക്കുക, അല്ലെങ്കിൽ കമന്റ് ഇടാതെ മിണ്ടാതിരുന്നാ മതി. വേറൊരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ്. സൗമ്യ, ഞാൻ പറഞ്ഞു, എന്നെ ഞാൻ മാത്രം എപ്പോഴും പുകഴ്ത്തും. ഞാൻ പറയും, ഞാൻ ഉള്ള കാര്യം ഞാൻ ഉള്ളതുപോലെ പറയുള്ളൂ. എനിക്ക് അങ്ങനെ പുകഴ്ത്താതിരിക്കാൻ പറ്റില്ല, അറിയില്ല കേട്ടോ. ഇപ്പൊ കുറെ ദിവസമായിട്ട് ഞാൻ ഈ കോലത്തിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഞാൻ എത്ര ഭംഗിയായിട്ട് ഇതാ എന്റെ മുടിയൊക്കെ ഇങ്ങോട്ട് നിറച്ചു കഴിഞ്ഞു. ഇനി ഇതൊക്കെ എന്ത് ചെയ്യണോ, വല്ല ഹെന്നയോ അല്ലെങ്കിൽ ഡൈയോ അല്ലെങ്കിൽ മസ്കാരയൊക്കെ തേച്ച് റെഡിയാക്കണം എന്നുള്ള അവസ്ഥയാണ്. ഇപ്പൊ ഇങ്ങനെ വരുമ്പോ മുടിയൊക്കെ ഇങ്ങനെ നിറച്ചു കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അത്രയും ടെൻഷനാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഒന്നും ഒരു ഹെൽത്ത് പോലും നോക്കാതിരിക്കണം കൂടെ ഓർത്തു വെക്കണം കേട്ടോ. സൗമ്യ, നിങ്ങക്ക് ചിരിയാണ്, സത്യം പറയതാ മുടിയൊക്കെ നിറച്ചു കഴിഞ്ഞു, ഇനി എന്താ ചെയ്യാ? ഒരു മുടി എനിക്ക് ഇവിടെ വരുമ്പോ നരയ്ക്കാത്താണ്. എന്ന് ഈ മെയ് 1-ാം തീയതി തുടങ്ങിയോ അന്ന് തുടങ്ങിയതാണ്. വീട്ടിൽ കഞ്ഞിയില്ല, അടുപ്പും കത്തിക്കില്ല, ഒന്നുമില്ല. കണ്ട കാഞ്ചന, ഫസ്റ്റ് ടൈം മാം, ഫസ്റ്റ് ലൈവ് ഒക്കെ മെസ്സിന്റെ ക്ലാസ് ഇഷ്ടമല്ലായിരുന്നു, ബട്ട് സൂപ്പർ, താങ്ക്സ് ടോം. പ്രതീക്ഷ, ഞങ്ങളുടെ എക്സാം കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞേ. ഓക്കെ. പിന്നെ സൗമ്യ, എനിക്ക് പ്രായമൊന്നും ആയിട്ടില്ല കേട്ടാ, വളരെ ചെറിയ പ്രായമാണ്. എനിക്ക് എത്ര വയസ്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും? ഒരു 40 വയസ്സ് 50 വയസ്സൊക്കെ തോന്നുന്നുണ്ടോ? ഞാൻ ഈ തടിയേ ഉള്ളൂ, നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം. വളരെ കുഞ്ഞു പ്രായമാണ് എന്റെ കേട്ടോ. നിങ്ങളുടെയൊക്കെ പ്രായം പോലെ തന്നെയാണ് എന്റെ പ്രായം കൂടി. അപ്പൊ എന്റെ പ്രായം എത്രയെ ചോദിക്കും. എന്തായാലും 30-ന്റെയും 36-ന്റെയും ഉള്ളിലാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. 40 ഞാൻ എത്തിയിട്ടില്ല കേട്ടോ. തസ്ലീമ, അനാവശ്യം പറയരുത്, 40 വയസ്സൊന്നും എനിക്ക് ആയിട്ടില്ല കേട്ടോ. ഏകദേശം ആ റൗണ്ട് എത്തി. ഒരു 33-ഉം ഒരു 36-ന്റെ ഒക്കെ ഉള്ളിലേ ഞാനുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നന്നായി പഠിക്കുക. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, നന്നായി പഠിക്കുക മക്കൾ കേട്ടോ. അപ്പൊ ഞാൻ വീണ്ടും വരുന്നുണ്ട്. ഇന്ന് ഇംഗ്ലീഷിന്റെ ലൈവ് ഉണ്ട്, അതുപോലെ രാത്രി അടിപൊളിയായിട്ട് വേറെ ലൈവും കൂടിയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സെറ്റ് ആണോ? രണ്ടും ചേർത്തോ? അത് 35-30 ചേർത്ത് ശരിയാക്കി തരാം ഞാൻ. ഓക്കെ, അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം. ഷിനി, എനിക്ക് 18 കടന്നിട്ടില്ല മാം എന്ന് പറഞ്ഞു, ശരിയാക്കി തരാം, ഫോൺ ചെയ്യൂട്ടോ. ഓക്കെ, താങ്ക് യു.